ഇന്നത്തെ വചന ധ്യാനത്തിന് വേണ്ടി പ്രധാനമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32 അധ്യായമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32 അധ്യായം. അതിലെ ഒരു വാക്യം വായിക്കാം. 15 വാക്യം പ്രാരംഭമായി ഒന്ന് വായിക്കണേ. 15 വാക്യം. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെല്ലാം ദൈവസന്നിധിയിൽ അടയ്ക്കാം. കർത്താവ് നമ്മളോട് ഈ ദൈവവചന ഭാഗത്തിൽ കൂടെ സംസാരിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനം മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. ബുദ്ധി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ സാധിക്കാത്തത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ഇന്ന് പ്രഭാതത്തിൽ ഇടപെടേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനത്തിൻ്റെ മുമ്പാകെ ഞങ്ങൾ അടുത്തു വരുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്ക് ആവശ്യമായിരിക്കുന്ന ആലോചന കർത്താവ് പ്രകാശിപ്പിക്കണമേ. എളിയവനായ എന്നെയും ദൈവദിനം സംസാരിക്കാൻ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ, ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് പ്രാരംഭമായി ചില കാര്യങ്ങൾ ആ പുസ്തകത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞതിന് ശേഷം ഈ 32 അധ്യായത്തിലേക്ക് കടന്നു വരാനാണ് ആഗ്രഹിക്കുന്നത്. 1 അധ്യായം അതിൻ്റെ 1 വാക്യം നോക്കിയാൽ പ്രവാചകനെ പറ്റിയുള്ള ഒരു വിശദീകരണം നമുക്കവിടെ കാണാൻ പറ്റും. ഒന്ന് വായിക്കാം. 1 അധ്യായത്തിൻ്റെ 1 വാക്യം. ആമോസിന്റെ മകനായ യെശയ്യാവ് യഹൂദ രാജാക്കന്മാരായ ഉസ്സിയാവ്, യോഥാം, ആഹാസ്, യെഹിസ്കിയാവ് എന്നിവരുടെ കാലത്ത് യഹൂദായെയും യെരൂശലേമിനെയും പറ്റി ദർശിച്ച ദർശനം. ആകാശമേ കേൾക്ക. മതി. ദീർഘനാളുകൾ പ്രവാചക ശുശ്രൂഷ ചെയ്ത ഒരു പ്രവാചകനാണ് യെശയ്യാവ്. അവിടെ തന്നെ നമ്മൾ വായിച്ച വാക്യത്തിൽ ഒരു 4 രാജാക്കന്മാരുടെ പേരവിടെ ഉണ്ട്. ഏകദേശം 50 വർഷത്തോളം പ്രവാചക ശുശ്രൂഷ ചെയ്ത ശക്തനായ ഒരു പ്രവാചകനായിരുന്നു യെശയ്യാവ്. യെശയ്യാവിനെ പറ്റി പറയുന്നത് ഹിസ്കിയാവ് എന്ന് പറയുന്ന രാജാവിന് ശേഷം വന്ന തൻ്റെ മകൻ മനശ്ശെ എന്ന് പറയുന്ന രാജാവിൻ്റെ കാലത്ത് തൻ്റെ വിശ്വാസത്തിന് വേണ്ടി ജീവൻ കൊടുക്കേണ്ട വന്ന ഒരു പ്രവാചകനാണ് യെശയ്യാവ്. ഈ പ്രവചന പുസ്തകത്തിലെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യം, ഈ പുസ്തകത്തിൽ 66 അധ്യായങ്ങളാണ്. അതിനെ 2ആയിട്ട് വിഭജിക്കാം. 1 മുതൽ 39 വരെ ഒരു ഭാഗം, 40 മുതൽ 66 വരെ രണ്ടാമത്തെ ഒരു ഭാഗം. അതുകൊണ്ട് തന്നെ ചിലർ അഭിപ്രായപ്പെടുന്നത് ഇത് ബൈബിളിൻ്റെ അകത്തിലെ ഒരു ബൈബിൾ എന്നാണ്. ഇറ്റ് ഈസ് എ മിനിയേച്ചർ ഓഫ് ദ ബൈബിൾ. ബൈബിളിൽ എത്ര പുസ്തകമുണ്ട് നോക്കണ്ട. ഇപ്പം 66, യെശയ്യാവിൽ 66 അധ്യായങ്ങളാണ്. അപ്പം ബൈബിളിലെ 66 പുസ്തകങ്ങളിൽ ആദ്യത്തെ 39 പുസ്തകം പഴയ നിയമം എന്ന പോലെ പ്രവാചക പുസ്തകത്തിലെ ആദ്യത്തെ ഭാഗം കൂടുതലും ന്യായവിധിയെപ്പറ്റിയും ദൈവം പല ജാതികളുടെ മേൽ വരുത്തുന്ന ജഡ്ജ്മെൻറ്റ്, ന്യായവിധിയെപ്പറ്റിയാണ് പറയുന്നത്. അതിനുശേഷം 40 മുതലുള്ള രണ്ടാമത്തെ ഭാഗത്ത് രക്ഷയുടെ സന്ദേശം, പ്രത്യാശ നൽകുന്ന രക്ഷയുടെ സന്ദേശമാണ് നൽകുന്നത്. അതും ഈ ബൈബിളിനോട് താരതമ്യം ചെയ്ത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണുന്ന സന്ദേശങ്ങളോടൊക്കെ ബന്ധിപ്പിച്ച് ചില വേദപണ്ഡിതാക്കന്മാർ അങ്ങനെ അഭിപ്രായപ്പെടാറുണ്ട്. പ്രത്യേകിച്ചും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ശ്രദ്ധിച്ചാൽ ഹി ഈസ് കോൾഡ് ദി ഇവാഞ്ചലിക്കൽ പ്രൊഫറ്റ്. കാരണം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചാൽ യേശു ക്രിസ്തുവിനെ പറ്റി, യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ ശുശ്രൂഷ, യേശുവിൻ്റെ മരണം എന്നിങ്ങനെ മശിഹയെ പറ്റിയുള്ള വ്യക്തമായ വിവരണങ്ങൾ നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ഇന്ന് നമ്മൾ എടുത്ത 32 അധ്യായത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ മറ്റ് ഒരു പഴയ നിയമ പ്രവാചകന്മാരും പറയാത്തതുപോലെ പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള പരാമർശങ്ങൾ നമ്മൾ ഈ പ്രവചന പുസ്തകത്തിൽ കാണുന്നുണ്ട്. More than any other prophet, he makes note of the Holy Spirit. 32 അധ്യായത്തിൻ്റെ 1 വാക്യം വായിക്കാം. നിങ്ങളിത് ശ്രദ്ധിച്ചെങ്കിലേ ഇത് മനസ്സിലാകത്തുള്ളൂ. ഞാൻ
പറയുന്നത് പ്രാരംഭമായി പറയുന്ന ചില കാര്യങ്ങൾ ഇതിൻ്റെ വ്യാഖ്യാനത്തോടുള്ള ബന്ധത്തിലൊക്കെയാണ്. അതൊന്ന് ശ്രദ്ധിച്ചാൽ ഈ ഭാഗം നമുക്കെന്താ കണക്ഷൻ എന്ന് മനസ്സിലാകത്തുള്ളൂ. ഒന്നാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ, 32-ന്റെ 1-ാം വാക്യം. ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. 15-ാം വാക്യം. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. മതി. ഈ 32-ാം അധ്യായത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇപ്പോൾ വായിച്ചത്. 1-ാം വാക്യത്തിൽ പറയുന്നത് ഒരു രാജാവ് നീതിയോടെ വാഴും. അപ്പോൾ ഒന്നാമതായിട്ട് ഇവിടെ കാണുന്നത് ഒരു രാജാവുണ്ട്, താൻ വാഴുന്ന ഒരു രാജ്യമുണ്ട്. ദർ ഇസ് എ കിങ്, ദർ ഇസ് എ കിങ്ഡം ആൻഡ് ദർ ഇസ് ദ സ്പിരിറ്റ്. 15-ാം വാക്യത്തിൽ പറയുന്നത് എന്തുവാണ്? ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകരും. ശ്രദ്ധിക്കുന്നുണ്ടോ? രാജാവ്, രാജാവിൻ്റെ രാജ്യം, പരിശുദ്ധാത്മാവ്, ഉയരത്തിൽ നിന്ന് പകരുന്ന ആത്മാവ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി പഴയ നിയമ പ്രവചനങ്ങളുടെ നിവർത്തിയുടെ ഒരു രീതി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പഴയ നിയമത്തിൽ പ്രവചനങ്ങൾക്ക് പലതും ഒന്നിൽ കൂടുതൽ നിവർത്തി, ഫുൾഫിൽമെൻ്റ് ഉണ്ട്. ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുക ഒരു രാജാവ് വാഴുമെന്നൊരു പ്രവചനം, പക്ഷെ ആ ഒറ്റ പ്രവചനത്തിന് പല ഫുൾഫിൽമെൻ്റ് ഉണ്ടാകാം. ഒന്നിൽ കൂടുതൽ നിറവേറൽ, ഫുൾഫിൽമെൻ്റ്, പൂർത്തീകരണം ഉണ്ടാകാം. ഒന്നാമതായിട്ട് ഈ പ്രവാചകൻ പ്രവചിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അതിനൊരു ഫുൾഫിൽമെൻ്റ് ഉണ്ടാകാം. അതല്ലാതെ ഭാവിയോടുള്ള ബന്ധത്തിലും അതിനൊരു ഫുൾഫിൽമെൻ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാനിത് പറയുന്നതിൻ്റെ ആശയം ഈ 32-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്ന ഒരു രാജാവിനെ പറ്റി പറയുന്ന പരാമർശം, ദൈവം പറയാണ് പ്രവാചകനിൽ കൂടെ ഒരു രാജാവ് നീതിയോടെ വാഴും. ഇത് നമ്മൾ 2 നിലയിൽ ഇതിനെ മനസ്സിലാക്കണം. ഒന്ന്, ഈ പ്രവചനം നടക്കുന്ന കാലഘട്ടത്തിൽ അസീറിയൻസ് എന്ന് പറയുന്ന രാജ്യം, അശൂർ സൈന്യം യഹൂദനെതിരെ തകർത്ത് കളയാൻ, അവരെ നശിപ്പിക്കാൻ പദ്ധതിയിട്ട് വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാലഘട്ടമാണ്. അത് നമ്മൾ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. വാക്യം വായിക്കേണ്ട. അതിന് അവസാനത്തിലേക്ക് വരുമ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ അശൂർ സൈന്യത്തെ നശിപ്പിക്കും, അവരുടെ രാജാവിനെ ഞാൻ തകർത്ത് കളയും. അതിനുശേഷമാണ് ഈ 32-ന്റെ 1-ാം വാക്യം കേവലം അശൂർ സൈന്യത്തിൻ്റെ വെല്ലുവിളി തകർക്കുക മാത്രമല്ല, മറിച്ച് നിങ്ങൾക്കൊരു രാജാവിനെ നൽകുകയും ചെയ്യും. പറഞ്ഞു വരുന്ന പശ്ചാത്തലം മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ വേദപണ്ഡിതാക്കന്മാർ അഭിപ്രായപ്പെടുന്നത് ഇവിടെ യെശയ്യാവ് പ്രവചിക്കുന്ന ഈ വാക്യത്തിലെ രാജാവ് ഹിസ്കിയാവ് എന്ന് പറയുന്ന രാജാവാണ്. തൻ്റെ ശുശ്രൂഷയുടെ ആരംഭഘട്ടത്തിൽ നമ്മൾ ആ രാജാക്കന്മാരുടെ പേരുകൾ വായിച്ചു. ഹിസ്കിയാവിന് മുൻപുണ്ടായിരുന്ന ആഹാസിൻ്റെയോ മറ്റേതെങ്കിലും രാജാവിൻ്റെ സമയത്ത് ശത്രുവിൻ്റെ വെല്ലുവിളി കണ്ട് ദൈവം അതിനെ നശിപ്പിച്ച് നിങ്ങൾക്കൊരു രാജാവിനെ എഴുന്നേൽപ്പിക്കുമെന്നുള്ളൊരു ദൂതാണ്. അത് ഹിസ്കിയാവ് എന്ന് പറയുന്ന രാജാവിൽ നിറവേറിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ചും അങ്ങനെ പറയാൻ കാരണം ഹിസ്കിയാവിനെ പറ്റി രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ചില പരാമർശങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ വായിക്കാം. 18-ാം അധ്യായത്തിൽ ഹിസ്കിയാവിൻ്റെ വാഴ്ചയെപ്പറ്റി പറയുന്നത്, അവൻ തൻ്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെ ഒക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. 5-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ച് അവന് മുൻപും പിൻപും ഉണ്ടായിരുന്ന സകല രാജാക്കന്മാരിലും ആരും അവനോട് തുല്യരായിരുന്നില്ല. അർത്ഥം, നീതിയോടെ വാഴും ഒരു രാജാവെന്ന പ്രവാചകൻ പ്രവചിച്ച പ്രവചനത്തിൻ്റെ ഒരു നിവർത്തി ഹിസ്കിയാവ് എന്ന് പറയുന്ന രാജാവിൻ്റെ വാഴ്ചയിൽ നടക്കുക. നീതിയോടെ ദാവീദ് അല്ലെങ്കിൽ ന്യായപ്രമാണം അനുസരിച്ച് ദൈവത്തിന് ഹിതമാവണ്ണം ഭരിച്ച ഒരു രാജാവ്. പക്ഷെങ്കിൽ ആ പ്രവചനത്തിൻ്റെ നിവൃത്തി അവിടെ തീരുന്നില്ല. ഇതിന് മറ്റൊരു നിവൃത്തിയുണ്ട്. അതാണ് നമുക്ക് കുറച്ചുകൂടെ പരിചയം. ഒരു രാജാവ് നീതിയോട് വാഴുമെന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഇതിന് ഇനിയും ഒരു ഫ്യൂച്ചർ ഫുൾഫിൽമെൻ്റ് ഉണ്ട്. ഭാവി കാലത്ത് നടക്കേണ്ട മറ്റൊരു നിറവേറലുണ്ട്. സകല ലോകത്തെയും ഭരിക്കുന്ന ഒരു രാജാവ് വരും. അതാരാ? അയ്യോ, അത് ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുമെന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ച്. ഇന്നത്തെ ഭരണത്തെ നോക്കണം. രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി ഭരിച്ച് മുടിച്ച്
അന്യായവും കള്ളത്തരവും കൊള്ളരുതായ്മയും ചെയ്ത് രാജ്യങ്ങൾ തമ്മിൽ തല്ലി നശിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു രാജാവ് നീതിയോടെ വാഴും. അത് ദൈവസഭയുടെ രക്ഷകനാണ്, അത് ദൈവസഭയുടെ കർത്താവാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, ആ വാഴ്ചയെപ്പറ്റി പറയുന്ന ഒരു ഭാഗമുണ്ട്. 1000 ആണ്ട് പിശാചിനെ ബന്ധിച്ച് സിംഹാസനങ്ങളിട്ട് യേശു കർത്താവ് ഭരിക്കുന്ന ഒരു കാലം. സന്തോഷം വരുന്നില്ലെങ്കിൽ ഒരു വാക്യം കൂടെ വായിക്കാം. ആ 1-ാം വാക്യത്തിന്റെ അടുത്ത ഭാഗം ഒന്ന് നോക്കിക്കേ. നീതിയോടെ വാഴും. ഓരോരുത്തൻ അല്ലല്ല, അതിന് മുമ്പ് ഇടയ്ക്കൊരു ഭാഗമുണ്ട്. ഒരു രാജാവ് നീതിയോടെ വാഴും. ഒരു രാജാവ് നീതിയോടെ വാഴും. പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. അതും മുമ്പേ പറഞ്ഞതുപോലെ 2 നിലയിൽ മനസ്സിലാക്കണം. ഒന്ന്, നിറവേറിയ, അതായത് ചരിത്രത്തിൽ വാണ ഹിസ്കിയാവ് എന്ന് പറയുന്ന രാജാവിന്റെ പ്രഭുക്കന്മാരാണ്. രാജാവിനോടൊപ്പം ന്യായപാലനം ചെയ്ത പല പ്രഭുക്കന്മാരുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഭാവിയിലേക്ക് നോക്കുമ്പോൾ യേശു കർത്താവ് രാജഭരണം ഏറ്റെടുക്കുമ്പോൾ തന്നോടൊപ്പം ഭരിക്കുന്നതാരാ? സ്വോത്രം സ്വോത്രം സ്വോത്രം. സന്തോഷമുള്ളവരുണ്ടോ ഇവിടെ? വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, പുസ്തകം തുറക്കാൻ ആരെയും കാണാത്തത് കൊണ്ട് യോഹന്നാൻ കരഞ്ഞു. അതിനുശേഷം വായിക്കുന്നത് ഇങ്ങനെയാണ്: പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. യേശുവിനെ പറ്റി പറയാ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നും ഉള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. 10-ാം വാക്യം ശ്രദ്ധിക്കണം. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു. കർത്താവിനോടൊപ്പം വാഴാൻ പോകുന്നേ? ഇന്ന് ഇവിടെ ലോകക്കാർ തള്ളിയ, ഇവിടെ ലോകക്കാർ അവഗണിച്ച, നിന്ദിച്ച, മാറ്റി നിർത്തിയ, തള്ളപ്പെട്ട ദൈവ മക്കൾ കർത്താവിനോടൊപ്പം വാഴുന്ന ഒരു നല്ല ഭാവി ദൈവസഭയ്ക്ക് മുൻപിലുണ്ട്. ഇന്നത്തെ കഷ്ടതകൾ തീർന്ന് നീതിയുള്ള രാജാവിൻ്റെ ഭരണത്തിൽ അവനോടൊപ്പം നമ്മൾ വസിക്കുന്ന, വാഴുന്ന ആ പ്രത്യാശയുള്ളവർ ഹൃദയത്തിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കണം. കർത്താവേ, അവിടുത്തെ രക്തത്താൽ എന്നെ വിലയ്ക്ക് വാങ്ങിയതിനായി നന്ദി. പറഞ്ഞു വരുന്ന ആശയം 32-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്ന പ്രവചനത്തിന്റെ ഒരു നിവൃത്തി നടന്നെങ്കിലും അതിൻ്റെ ഒരു ഭാവികാല നിവൃത്തിയുണ്ട്. അത് യേശു കർത്താവിൻ്റെ വരവിലാണ്. ഇനി മുന്നോട്ട് ചിന്തിക്കുമ്പോൾ ദൈവരാജ്യം എന്നുള്ള ആ ആശയം പുതിയ നിയമത്തിലേക്ക് നമ്മൾ ഒന്ന് പഠിച്ചാൽ, നമ്മൾ ആ ഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ, യേശു കർത്താവ് തൻ്റെ 1-ാമത്തെ വരവിൽ പുതിയ നിയമത്തിലെ സുവിശേഷ പുസ്തകങ്ങളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. യേശു പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. വേറൊരു ഭാഗത്ത് യേശു ഇങ്ങനെയാണ് പറഞ്ഞത്: ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. യേശുവിൻ്റെ 1-ാം വരവിൽ സംഭവിച്ചത് ഭാവിയിൽ വരണ്ട, ഭാവിയിൽ വെളിപ്പെടേണ്ട ദൈവരാജ്യം എന്ന ആ കാര്യത്തെ കർത്താവിൻ്റെ 1-ാം വരവിൽ കർത്താവ് കൊണ്ടുവരികയാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി വേദപണ്ഡിതാക്കന്മാർ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം ഇങ്ങനെയാണ്: ഓൾറെഡി ബട്ട് നോട്ട് എറ്റ്. അതിൻ്റെ അർത്ഥം, ദൈവരാജ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവരാജ്യം ഉണ്ട്, പക്ഷെ അതിൻ്റെ പൂർണ്ണമായ അളവിൽ ദൈവരാജ്യം വന്നിട്ടില്ല. അതിനൊരു പൂർത്തീകരണം, പൂർണ്ണത ഭാവിയിൽ വെളിപ്പെടാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്: ഇന്ന് കർത്താവിൻ്റെ ഭരണം എവിടാ? ഇന്ന് ദൈവരാജ്യം എവിടെയാണ്? ടുഡേ ദ ലോർഡ് ഓപ്പറേറ്റ്സ് ഇൻ ദ ചർച്ച്. ദൈവം തൻ്റെ സഭയിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ നമ്മൾ പാട്ട് പാടിയപ്പോഴൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ. അതിൻ്റെ അർത്ഥം ദൈവസഭയ്ക്ക് രാജാവുണ്ട്, കർത്താവുണ്ട്. അത് യേശു ക്രിസ്തുവാണ്. ന്യായത്തോടെ ഭരിക്കുമെന്ന് പറഞ്ഞാൽ ശരിയാണ്. റോമാലേഖനം പഠിക്കുന്ന നമുക്കറിയാം, സൗജന്യമായ യേശുവിൻ്റെ രാജാവിൻ്റെ നീതി നമുക്ക് കിട്ടി.
പക്ഷെ അത് അവിടെ തീരുന്നില്ല. വിശുദ്ധീകരണത്തിൻ്റെ പാതയിൽ ആ രാജാവിൻ്റെ നീതിക്കൊത്തവണ്ണം ജീവിക്കേണ്ടവരാണ് ദൈവസഭയിലെ ദൈവജനം. അതിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. അപ്പോൾ രാജ്യം, രാജാവ്, പരിശുദ്ധാത്മാവ്. The church has a king, Lord Jesus. He rules over the individuals and the church, and he has given his spirit in us all. ഞാൻ ഇന്ന് പ്രധാനമായിട്ട് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഈ 15-ാം വാക്യത്തിൽ നിന്നുകൊണ്ട് ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകരുക, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, അതിൻ്റെ ആവശ്യകത എന്നിങ്ങനെയുള്ള ചില വിഷയങ്ങൾ ഈ 31-32 അധ്യായങ്ങളിൽ നിന്ന് കാണിക്കാനാണ് കർത്താവിൽ താല്പര്യപ്പെടുന്നത്. ആ 15-ാം വാക്യം ഒന്നും കൂടെ ഒന്ന് വായിക്കണം. 32:15. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. ഇവിടെ പകരുവോളം തന്നെ, ഇംഗ്ലീഷ് പരിഭാഷയിൽ അത് ആരംഭിക്കുന്നത് തന്നെ until the spirit is poured on us from high. ഉയരത്തിൽ നിന്ന് ആത്മാവ് പകരുവോളം തന്നെ എന്ന് പറയുമ്പോൾ ഈ 12 മുതൽ 14 വരെയുള്ള ഭാഗം നാശത്തെപ്പറ്റി, പ്രതിസന്ധിയെപ്പറ്റി, നഷ്ടത്തെപ്പറ്റിയാണ് 12 മുതൽ 14 വരെ പറയുന്നത്. 15-ന് ശേഷം സമൃദ്ധിയെപ്പറ്റി, അനുഗ്രഹത്തെപ്പറ്റിയാണ് പരാമർശം. ഈ രണ്ടായിട്ട് ഇതിനെ തിരിച്ചതിൻ്റെ ഇടയിൽ നടന്ന കാര്യം ആത്മാവ് ഉയരത്തിൽ നിന്ന് വന്നതാണ്. ആത്മാവ് ഉയരത്തിൽ നിന്ന് പകരുന്നതിന് മുന്നേ നാശമായിരുന്നു, ജീവൻ ഇല്ലാത്ത അനുഭവമായിരുന്നു. പക്ഷെ അതിനുശേഷം ജീവനുള്ള, സമൃദ്ധിയുള്ള, നന്മയുള്ള നാളുകളായിട്ട് തീരുക. ഇതിനെ നമുക്ക് പല നിലയിൽ അപ്ലൈ ചെയ്യാം. പക്ഷെങ്കിൽ ആദ്യമായിട്ടൊന്ന് ചിന്തിക്കണം, നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എഫെസ്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ അതിക്രമങ്ങളാലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നമ്മളെ. സുവിശേഷത്തിൻ്റെ സന്ദേശത്തോട് പ്രതികരിക്കാൻ കാരണം എന്താ? സുവിശേഷം കേട്ട പലരും പ്രതികരിച്ചില്ല, പലരും വേണ്ടെന്ന് തള്ളി. പക്ഷെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തോ സംഭവിച്ചു? ഉയരത്തിൽ നിന്ന് ജീവൻ പകരുന്ന ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിൽ നടന്നു. ആത്മാവിൽ നടത്തപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ്. അങ്ങനെയാണെങ്കിൽ ദൈവസഭ പ്രാർത്ഥിക്കേണ്ടത് എന്തിനു വേണ്ടിയാ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ എന്തോ സംഭവിക്കണം? ഉയരത്തിൽ നിന്ന് ആത്മാവിൻ്റെ പകർച്ചയുണ്ടാകണം. ഈ മങ്ങിയ, ഈ ഉഴപ്പൻ മടുക്കുന്ന രീതികളിൽ നിന്ന് അവർ മാറണമെങ്കിൽ, ജീവനില്ലാത്ത നിലയിൽ നിന്ന് മാറണമെങ്കിൽ ഉയരത്തിൽ നിന്ന് ആത്മാവ് അവരുടെ മേൽ വരണം. ഇന്നത്തെ സന്ദേശത്തിൽ കൂടെ എനിക്ക് പ്രധാനമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കാനുള്ളത് അങ്ങോട്ടാണ്. That we desire for more of the Holy Spirit. ആത്മാവിന് വേണ്ടിയുള്ള ഒരു ദാഹം നമുക്കുണ്ടാവണം. ഞാൻ പറഞ്ഞു, വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കാം. പക്ഷെങ്കിൽ മറിച്ച് ഇവിടെ ഒരു കമ്മ്യൂണിറ്റിയെ പറ്റിയാണ്, ഇവിടെ യഹൂദൻ എന്ന് പറയുന്ന ആ നേഷനെ പറ്റി, ആ രാജ്യത്തെ പറ്റിയാണ്. ഞാൻ അതുകൊണ്ട് കൂടുതലും ദൈവസഭയോടുള്ള ബന്ധത്തിൽ, പ്രത്യേകിച്ചും നമ്മളുടെ പ്രാദേശിക ദൈവസഭയോടുള്ള ബന്ധത്തിലാണ് ഈ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ ചിന്തിച്ചതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, what gives life in the church? ദൈവസഭയിൽ ജീവൻ ആരാണ് നൽകുന്നത്? The presence of the Holy Spirit gives life in the church, and the absence of the Holy Spirit brings death. ആത്മപകർച്ച ദൈവസഭയിൽ ഇല്ലാതെയായാൽ മരണം, ആത്മീക മരണം സംഭവിക്കും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പകരുവോളം, പകരുവോളം, ഉയരത്തിൽ നിന്ന് പകരുവോളം. ഇംഗ്ലീഷിൽ അത് പോർ ഡൗൺ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഉയരത്തിൽ നിന്ന് ഒരു മഴ പെയ്തിറങ്ങുന്നത് പോലെ, മീനിങ് കേവലം ചാറ്റൽ മഴയല്ല. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പം അവിടെ മഴ ചാറുന്നുണ്ടായിരുന്നു, അതല്ല. ധാരാളമായി പരിശുദ്ധാത്മാവിനെ നൽകും.
അതാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതേ ആശയം യേശുവും പറഞ്ഞിട്ടില്ലേ? ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനം നൽകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും? What will happen if there is no rain? മഴയില്ലാത്ത ഒരു സ്ഥലത്ത് എന്ത് സംഭവിക്കും? How would a place without rain look like? മഴ പെയ്യാത്ത ഒരു സ്ഥലം എങ്ങനെ ഇരിക്കും? ഉണങ്ങി വരണ്ട മരുഭൂമി പോലെയാകും. അത് തന്നെ നമ്മൾ ഈ 15-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. മരുഭൂമി എന്ന പരാമർശം അവിടെ എഴുതിയിട്ടുണ്ട്. ചൂടുകൂടി ജീവൻ നിലനിർത്താൻ പറ്റാതെ മരണം സംഭവിച്ചു പോകുന്ന തീച്ചൂള സമാനമായ വരൾച്ച ഉണ്ടാകും. നമ്മളെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്തേ. നമുക്ക് വളർച്ചയാണോ ഉണ്ടാകുന്നേ അതോ വരൾച്ചയാണോ? ഈസ് ഇറ്റ് ഗ്രോത്ത് ഓർ ഈസ് ഇറ്റ് ഡ്രൈനസ്? ഞാനിത് വളർച്ച എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഐ എം കണക്ടിങ് ഇറ്റ് വിത്ത് ന്യൂ കൺവേർട്സ്. പുതിയ ആത്മാക്കളേക്ക് ഞാൻ കണക്ട് ചെയ്യുക. പുതിയ ആത്മാക്കൾ നമ്മുടെ ഇടയിൽ വരുന്നുണ്ടോ? മറ്റ് സഭയിൽ നിന്ന് വരുന്നവരുണ്ട്, പുതുതായിട്ട് ഇന്ന് പങ്കെടുക്കുന്നവരുണ്ട്. നിങ്ങളെ ഞാൻ വിശേഷാൽ വന്ദനം ചെയ്യുന്നു. മറിച്ച് അവിശ്വാസികളായവർ ദൈവസഭയാകുന്ന നമ്മുടെ പ്രവർത്തനം കൊണ്ട്, ദൈവദാസന്മാരാകുന്ന ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ദൈവസഭയിൽ കടന്നു വന്ന് വിടുതൽ പ്രാപിക്കുന്നുണ്ടോ? The sign of a living church is birth of new converts. ജീവനുള്ള സഭയുടെ ലക്ഷണം ആത്മാക്കളുടെ വിടുതലാണ്. അപ്പോൾ നിങ്ങൾ പറയും, we don't believe in numbers, we believe in quality. നമ്മൾ കണക്ക് കൂട്ടാനല്ല ആഗ്രഹിക്കുന്നത്, നമ്മൾ ക്വാളിറ്റിയിലാണ്. അതാണ് അടുത്ത ഭാഗത്ത് പറയുന്നത്. 10-ാം വാക്യം നോക്കിക്കേ. മരുഭൂമി പോലെ ആകും 10-ാം വാക്യം നോക്കിക്കേ. ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ, ഒരാണ്ടും കുറെ നാളും കഴിയുമ്പോൾ നിങ്ങൾ നടുങ്ങിപ്പോകും, മുന്തിരിക്കൊത്ത് നഷ്ടമാകും, ഫലശേഖരം ഉണ്ടാവുകയും. മുന്തിരിക്കൊയ്ത്ത് നഷ്ടമാകും, ഫലശേഖരം എന്ന് പറഞ്ഞാൽ മുന്തിരിയും ഫലമൊക്കെ ഉണ്ടാകേണ്ട കൃഷി സ്ഥലങ്ങളിൽ ഫലമില്ല. വൺ സൈഡ് ഈസ് അബൌട്ട് ന്യൂ കൺവേർട്സ്, അതവിടെ നിൽക്കട്ടെ. രണ്ടാമതായിട്ട് നമ്മൾ നോക്കിക്കേ, ദൈവസഭയുടെ ഭാഗമായി തുടരുന്ന നമ്മളിൽ ഫലമുണ്ടോ? ക്രിസ്ത്യൻ ക്യാരക്ടർ ഉണ്ടോ? ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ടോ? Are we transformed by the word of God that we listen here? കുറച്ചു മുമ്പേ കേട്ട സാക്ഷ്യം വളരെ ഇതിനോട് ചേർന്ന് കിടക്കുന്ന കാര്യമാണ്. ഇവിടെ നടന്ന ദൈവവചന ശുശ്രൂഷയിൽ വലിയ വിടുതൽ നടക്കുന്നതിൻ്റെ സാക്ഷ്യമായിരുന്നത്. പക്ഷെ എത്ര പേർക്ക് ആ രൂപാന്തരം സംഭവിക്കുന്നുണ്ട്? തീർന്നില്ല. ദൈവാത്മാവിൻ്റെ പകർച്ചയില്ലെങ്കിൽ ഒന്ന്, മരുഭൂമി പോലെ വരണ്ടു പോകും, ജീവനറ്റു പോകും. 2, മുന്തിരിവള്ളി ഫലമില്ലാതെ പോകുന്ന അനുഭവം. മൂന്നാമത്തെ നോക്കിക്കേ, 13-ാം വാക്യം. എന്റെ ജനത്തിന്റെ ദേശത്ത് ഉല്ലസിത നഗരത്തിലെ സകല സന്തോഷ ഭവനങ്ങളിലും മുള്ളും പറക്കാരെയും മുളയ്ക്കും. സന്തോഷമുള്ള ഭവനങ്ങളിൽ ഇപ്പോൾ എന്തുവാ? മുള്ളും. ക്രിസ്തീയ കുടുംബങ്ങളിൽ, ദൈവസഭയുടെ ഭാഗമായിരിക്കുന്ന കുടുംബങ്ങളിൽ എന്തുവായിരുന്നു വരണ്ടേ? നീതിമാന്റെ കൂടാരത്തിൽ സന്തോഷവും ആനന്ദവുമായിരുന്നു ഉണ്ടാകണ്ടേ. ഇപ്പോൾ എന്തുവാ ഉണ്ടാകുന്നത്? ഞാൻ ഇവിടെ തിരുവല്ലയിലേക്ക് വരുന്നതിന് മുന്നേ താമസിച്ചിരുന്ന മറ്റൊരു ഭവനമുണ്ട്. ഒരു വിശ്വാസികളല്ല, മറ്റ് സഭയിൽ കൂടുന്നവരാണ്.
അവരുടെ വാടക വീടുണ്ട്, അവരുടെ പഴയ വീട് വാടകയ്ക്ക് കൊടുത്തേക്കുക. ആ വാടകയ്ക്ക് താമസിക്കുന്നവർ ഞാൻ അന്ന് കൂടുന്ന ദൈവസഭയിലെ ഒരു വർഷിപ്പ് ലീഡറാ, പാട്ടുകാരനാ. ഞാൻ അവിടുന്ന് ആ ദേശം വിട്ടിങ്ങി പോന്നു. കഴിഞ്ഞിടയ്ക്ക് ചില കാരണങ്ങൾ കൊണ്ട് അവിടെ പോകേണ്ടി വന്നു. അവിടെ പോകേണ്ടി വന്നപ്പോൾ എന്നോട് അമ്മാവ് പറഞ്ഞു, ഓനെ കൊള്ളാം, നിങ്ങളുടെ സഭയും കൊള്ളാം, നിങ്ങളുടെ പാട്ടുകാരനും കൊള്ളാം, ഭാര്യയും ഭർത്താവും അടിയായിട്ട് അമ്മാവ ചെന്ന് ഇടനില നിന്ന് രണ്ടായിട്ട് തിരിച്ചു. സന്തോഷമുള്ള കുടുംബങ്ങളുണ്ടോ? പുറമെ അഭിനയിച്ചൊക്കെ നിൽക്കാം. ഭാര്യ ഭർത്താവ് മക്കൾ പേരൻസ് എങ്ങനെയുണ്ട് ബന്ധം? ഇൻലോസ് അത് പിന്നെ വേറെ ഒരു പ്രസംഗം. ഹൗ ഇസ് ഇറ്റ്? ഈസ് ദർ ജോയ് ഇൻ യുവർ ഹോം? ഉണ്ടോ? It's because we lost the outpouring of the Spirit. സംഭവിക്കേണ്ടത് എന്തായിരുന്നു? അപ്പനും അമ്മയും കുഞ്ഞുങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് ആത്മനിറവിൽ ദൈവത്തെ ആരാധിച്ച് വചനം പഠിപ്പിക്കേണ്ടതിന് പകരം കുറ്റം പറഞ്ഞ് വേണ്ടാത്ത വഴിയെ നടന്ന് തമ്മിൽ തല്ലി, ഇന്നവിടെ എഴുതിയേക്കുന്നത് കണ്ടോ, മുള്ളും പരക്കാരെയും താമസ യോഗ്യമല്ലാതെയായി. വീട്ടിൽ പോകാൻ ഇപ്പൊ താല്പര്യമില്ല, കറങ്ങി നടക്കുക. മോനും വീട്ടിൽ പോകണ്ട, അപ്പനും വീട്ടിൽ പോകാൻ താല്പര്യമില്ല, കാരണം അവർ രണ്ടും കൂടെ ഒരുമിച്ച് വന്നാൽ അടിയാവും. That is the state of Christian homes because we lost that outpouring of the Spirit. തുടർന്ന് വായിച്ച 14-ാം വാക്യം. ജനപുഷ്ടിയുള്ള നഗരം നിർജ്ജനമായി തീരും. അരമനകൾ ഉപേക്ഷിക്കപ്പെടും. വലിയ കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ആളില്ല. വലിയ നഗരമുണ്ടായിരുന്നു, പക്ഷെ ആളില്ലാതെ പോയി. രാജ്യം മുഴുവനും നശിച്ചു പോകുകയാ. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം, 14-ാം വാക്യം. അതിനകത്തിൽ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 14-ാം വാക്യം ഒന്ന് വായിച്ചു. അരമന ഉപേക്ഷിക്കപ്പെടും, ജനപുഷ്ടിയുള്ള നഗരം നിർജ്ജനമായി തീരും. കുന്നും കാവൽ മാളികയും സദാകാലത്തേക്കും ഗുഹകളായി ഭവിക്കും. അവ കാട്ടുകഴുതകളുടെ സന്തോഷസ്ഥാനവും ആട്ടിൻകൂട്ടങ്ങളുടെ മേച്ചൽപ്പുറവുമായിരിക്കും. കാട്ടുകഴുതകളുടെ സന്തോഷസ്ഥാനവും. സന്തോഷത്തോടെ വീട്ടിൽ കുടുംബമായിട്ട് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ ആരാ അവിടെ സന്തോഷത്തോടെ വസിക്കുന്നേ? ഞാൻ പറഞ്ഞില്ല കേട്ടോ, നിങ്ങൾ പറഞ്ഞ. കാട്ടുകഴുത മാത്രമല്ല, ആട്ടിൻ കൂട്ടങ്ങൾക്ക് മേച്ചൽ പുറമായി. ഇത് സത്യത്തിൽ ഞാൻ എങ്ങോട്ടാണ് ഇത് പറയുന്നത് പറഞ്ഞാൽ, ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞ വിലാപങ്ങളുടെ പുസ്തകം അതേ കാര്യം. ഇത് സത്യം പറഞ്ഞ ഈ പ്രവചനത്തിന്റെ നിവർത്തിയാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ അന്ന് ധ്യാനിച്ചത്. ഇത് അതേപോലെ അവിടെ നിവർത്തിയാകുക. ആള് തിങ്ങിപ്പാർത്ത പട്ടണത്തിൽ ഇന്ന് ആളില്ല. സഭയ്ക്കകത്ത്, ഐ എം നോട്ട് ഓൺലി സേയിങ് ടു ദിസ് ചർച്ച്, ഞാനിപ്പോൾ ഈ സഭയോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, ഞാനിത് ലൈവ് കൂടെ പോകുന്നുണ്ടല്ലോ. സഭയ്ക്കകത്ത് ഇപ്പോൾ എന്ത് പറ്റി? ഫലമുള്ള വിശ്വാസികളുടെ എണ്ണം കുറഞ്ഞു, അതിന് പകരം വേറെ ആൾക്കാർ കയറി. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇങ്ങനെ പ്രചരിച്ചു വരുന്നുണ്ട്. ഞാൻ ഒത്തിരി ഡീറ്റെയിൽസ് പറയുന്നില്ല, എങ്കിലും അതെൻ്റെ ഓർമ്മയിലേക്ക് വരിക. ലജ്ജ തോന്നുന്ന പോലത്തെ ഹീനമായ പ്രവർത്തികൾ ദൈവസഭകളിൽ നടക്കുകയാ. എന്തുവാ സംഭവിച്ചേ? പ്രിയ ദൈവമക്കളെ, when we disregard the working of the Holy Spirit in our lives and in our church, we are on our way to destruction. ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിന് ഞാൻ എൻ്റെ ജീവിതവും സഭയായി നമ്മൾ ഏൽപ്പിച്ച് കൊടുക്കാതിരുന്നാൽ അത് നാശത്തിലേക്കുള്ള പോക്കാണെന്ന് തിരിച്ചറിയണം. അതുകൊണ്ടല്ലേ ആവർത്തിച്ച് പുതിയ നിയമത്തിൽ നമ്മൾ ഇതിനോട് ചേർന്ന് കിടക്കുന്ന കാര്യങ്ങൾ കാണുന്നത്. ആത്മാവിനാൽ നിറയുക. പല ഭക്തന്മാരെ പറ്റിയും പറയുന്നത് they were full of the spirit. മിനിസ്ട്രിക്ക് പോയപ്പോൾ ആത്മനിറവില, അവർ സഞ്ചരിച്ചത് ആത്മനിറവില. അതിന് എംഫസിസ് കൊടുത്തതിൻ്റെ കാരണം because without it we die. പരിശുദ്ധാത്മാവിൻ്റെ മഴ നമ്മുടെ മധ്യത്തിലില്ലെങ്കിൽ ഇത് ഉണങ്ങി വരണ്ട്
നശിച്ചു പോകുമെന്നുള്ളത് ഈ യഹൂദന്മാർക്ക് പറ്റിയ ചരിത്രം നമുക്ക് വാർണിംഗ് ആയിട്ട് ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നൽകുക. ഇത് ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന മറ്റൊരു ഭാഗം, വാക്യം വായിക്കണ്ട, ഞാൻ പറയാം. സർദീസിലെ സഭയ്ക്ക് സഭയുടെ ദൂതൻ എഴുതുക, നിന്റെ പ്രവൃത്തിയെ അറിയുന്നു, ജീവനുള്ളവനെന്ന് നിനക്ക് എന്തോ ഉണ്ട്, പേരുണ്ട്, പക്ഷെങ്കിൽ മരിച്ചവനാകുന്നു. ഞാൻ ഇതിനോട് ചേർത്തൊരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ: ദി മാർക്ക് ഓഫ് എ ഡൈയിങ് ചർച്ച്. മരിച്ചുകൊണ്ടിരിക്കുന്ന സഭയുടെ അടയാളം എന്തുവാണെന്നറിയോ? that they don't realize that they are dying. അവർ മരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. That is the point. പേരുണ്ട്, പാട്ടുണ്ട്, എല്ലാം നല്ലതായിട്ട് നടക്കുന്നുണ്ട്. ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ, ഫലമില്ലാതെ പോയ, അസമാധാനം കൊണ്ട് നിറഞ്ഞ കുടുംബങ്ങൾ, empty ആയി പോകുന്ന കൂട്ടായ്മകൾ, യോഗങ്ങളിൽ ആളില്ലല്ലോ, പിള്ളേർക്കൊന്നും താല്പര്യമില്ലല്ലോ, നമുക്ക് വല്ലതും തോന്നുന്നുണ്ടോ? മടങ്ങി വരാൻ വേണ്ടി ഇന്ന് പ്രഭാതത്തിൽ ഈ വചനത്തിൽ കൂടെ കർത്താവ് വിളിക്കുക. Many are not interested to attend church services. Why? ആൾക്കാരെ എന്താ പറയുക, പിടിച്ചിരുത്താൻ പറ്റുന്നില്ല. എന്താ? പിടിച്ചിരുത്താൻ പറ്റിയ ഒരാളെ ഇറക്കി പ്രസംഗിപ്പിച്ചാൽ മതിയോ? നമ്മുടെ ഇടയിൽ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റുന്നില്ലല്ലോ. നമ്മുടെ വീട്ടിൽ പാർക്കുന്ന മക്കളെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്താ ഇല്ലാത്ത? We lost the working of the Spirit. We lost the outpouring of the Holy Spirit. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് വലിയ കരച്ചിലുണ്ടാകണം, വലിയ ദുഃഖമുണ്ടാകണം. ഞാൻ ഒന്ന് രണ്ട് കാരണങ്ങൾ, ഈ ആത്മപകർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ചില കാര്യങ്ങൾ കാണിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം. നോക്കിയാട്ടെ, കാരണങ്ങൾ. ഹിൻഡ്രൻസ് ടു സ്പിരിറ്റ്സ് ഔട്ട്പോറിങ്. ആത്മപ്രവർത്തികൾ, യെസ്, ആത്മാവിൻ്റെ പകർച്ച വേണം, നമുക്കെല്ലാം ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് തടസ്സം നിൽക്കുന്ന ചില കാര്യങ്ങൾ, നമ്മൾ അവരെ പറ്റിയാണ് ചിന്തിക്കുന്നത്. അവരെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ അതുണ്ടെങ്കിൽ അത് വിട്ടുകളയാൻ നമ്മൾ തയ്യാറാണ്. നോക്കണമേ, 9-10 വാക്യങ്ങൾ, 32-ന്റെ 9-10 വാക്യങ്ങൾ. സ്വൈരമായിരിക്കുന്ന സ്ത്രീകളെ, എഴുന്നേറ്റെൻ്റെ വാക്കു കേൾപ്പീൻ. ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ, എൻ്റെ വചനം ശ്രദ്ധിപ്പീൻ. ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ, ഒരാണ്ടും കുറെ നാളും കഴിയുമ്പോൾ നിങ്ങൾ നടുങ്ങിപ്പോകും. മുന്തിരിക്കൊയ്ത്ത് നഷ്ടമാകും, ഫലശേഖരം ഉണ്ടാകുകയുമില്ല. 11-ന്റെ ആദ്യത്തെ ഭാഗം. സ്വൈരമായിരിക്കുന്ന സ്ത്രീകളെ വിറപ്പിൻ. ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ നടുങ്ങുവിൻ. സഹോദരിമാരും പിണങ്ങണ്ട, ഇത് അവരെ പറ്റിയാണ് ഞാൻ അത് ആദ്യം പറഞ്ഞത്, നിങ്ങളെ പറ്റിയല്ല. അവിടെ ആവർത്തിച്ചു വരുന്ന വാക്ക് ശ്രദ്ധിച്ചോ? സ്വൈരികളായിരിക്കുന്ന സ്ത്രീകൾ, ചിന്തയില്ലാത്ത പെണ്ണുങ്ങൾ, സ്വൈര്യമായിരിക്കുന്ന സ്ത്രീകൾ, ആവർത്തിച്ച് വരുന്ന വാക്കാണ്. വുമൻ ഹു ആർ സോ കോംപ്ലേസന്റ്, ഡോട്ടർ ഹു ഫീൽ സെക്യൂർ. ഇവിടെ പറയുന്നത് എന്തുവാണെന്ന് ഞാൻ പറയാം. ഇത് സഹോദരിമാരെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന് മുന്നേ ഇസ്രായേലിനെ മുഴുവനായിട്ടും പറഞ്ഞിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് ഞാൻ വിട്ടിട്ട് ഇതിലെ ആശയം എന്തുവെന്ന് പറഞ്ഞാൽ, പ്രവാചകൻ പറയാണ്, ആത്മാവിൻ്റെ പകർച്ച അന്നെങ്കിലേ നിങ്ങളുടെ ശൂന്യത മാറത്തുള്ളൂ. പക്ഷെങ്കിൽ യഹൂദന്മാരുടെ ഇടയിൽ നോക്കുമ്പോൾ ഇതിനോടൊന്നും താല്പര്യമില്ലാത്തൊരു കൂട്ടം, കോംപ്ലേസന്റ് എന്ന് പറയുമ്പോൾ എ സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി അണഞ്ഞ ഒരു മനോഭാവം, റിലാക്സ് ചെയ്തിരിക്കുക, എല്ലാം ഓക്കെയാണ്, ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. സത്യത്തിൽ ഈ 13-ാം വാക്യം നമ്മൾ മുമ്പ് വായിച്ചെടുത്തൊക്കെ വായിച്ചതാണ്. സന്തോഷമുള്ള ഭവനം എന്ന് പറഞ്ഞാൽ ഭവനമുണ്ട്, ഉത്സവങ്ങളുണ്ട്, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം ഉണ്ട്. അതുകൊണ്ട് ആത്മാവിൻ്റെ പ്രവൃത്തിയൊക്കെ ഇത്രയും മതിയെന്നുള്ളൊരു ചിന്ത.
ഇതേ കാര്യം തന്നെയാണ് ആമോസിൻ്റെ പ്രവചന പുസ്തകത്തിൽ നമ്മൾ ചിന്തിച്ചത്. അവിടെ ഈ ഇസ്രായേലിലെ സ്ത്രീകളെ പറ്റി പറഞ്ഞത് ശമരിയ പർവ്വതത്തിലെ ഭാഷാന്യ പശുക്കളെ എന്നൊരു പ്രയോഗമാണ്. ഇതിൻ്റെ എല്ലാം ആശയം അത് ഇസ്രായേലിനോടാണ്, ഇത് യഹൂദനോടാണ്. പറഞ്ഞു വരുന്ന ആശയം ഇത്രയേ ഉള്ളൂ: ഒരു വ്യാജ സംതൃപ്തി, പ്രത്യേകിച്ചും അവിടെ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിയാണ്. വി ഡോണ്ട് നീഡ് ദാറ്റ് ഔട്ട് പോറിങ് ബിക്കോസ് വി ഹാവ് ഓൾ ദാറ്റ് വി നീഡ്. ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. ഡു വി ഹാവ് ദാറ്റ് ഫീലിംഗ്? നമുക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടോ? ഹൗ ഡെസ്പറേറ്റ് ആർ വി ഫോർ ഗോഡ്? ദൈവത്തിന് വേണ്ടി എത്രത്തോളം എന്താ പറയുന്നത്, ഒരു ഡെസ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു തീവ്രമായ ആഗ്രഹം. നമുക്കില്ലാത്തതിൻ്റെ കാരണം നമ്മുടെ കയ്യിൽ ചിലതുണ്ട്. കാര്യം നടത്താനുള്ള സാമ്പത്തികമൊക്കെ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ഐ വിൽ മാനേജ് ഇറ്റ്. എനിക്ക് ചെയ്യാം. There's a problem. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടെങ്കിൽ ഡോണ്ട് വറി. എന്ത് ഒന്നാമതേ പറയുന്നത്, നമുക്ക് പരിഹരിക്കാം. നമ്മൾ മറന്നു പോയത് എന്തുവാണെന്നറിയാമോ? ഇപ്പം ലീഡ് ചെയ്തപ്പോഴൊക്കെ പറഞ്ഞ കാര്യം ഇതിനോട് ചേർന്ന് കിടക്കുന്നു. സൗഖ്യം നൽകുന്ന ഒരു കർത്താവിനെ നമുക്കറിയാമോ? കാര്യങ്ങൾ ചെയ്തു തരുന്ന ദൈവത്തെ നമുക്കറിയാമോ? We forgot him and where we went. നമ്മൾ എങ്ങോട്ട് പോയി? നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് കാര്യങ്ങൾ നേടാമെന്ന് ചിന്തിച്ചപ്പോൾ നമുക്ക് രക്ഷകനായി നമുക്ക് വേണ്ടതെല്ലാം നൽകുന്ന ദൈവത്തെ നമ്മൾ പുറംതിരിഞ്ഞു നിന്നു. We don't need him anymore. ഇവിടെ സത്യത്തിൽ ഒന്ന് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിയാണ്. മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കാര്യം. ഇവർക്ക് എന്താ ഇത്രത്തോളം ഒരു സംതൃപ്തി അല്ലെങ്കിൽ ഇത്ര സുരക്ഷിതത്വം തോന്നാനുണ്ടായ കാരണം? അസീറിയൻസ്, ഞാൻ പറഞ്ഞു, അവർക്കെതിരെ വരുന്നുണ്ട്, അവരെ നശിപ്പിച്ച് കളയാൻ സാധ്യതയുണ്ട്. പക്ഷെ അവർക്കെന്താ ഭയമില്ലാത്ത? അവർക്കെന്താ പേടിയില്ലാത്ത? പേടിയില്ലാത്തതിൻ്റെ കാരണം 31-ാം അധ്യായത്തിലെ ഒരു വാക്യം ഒന്ന് വായിക്കണം. 31-ന്റെ 1-ാമത്തെ വാക്യം നോക്കിക്കേ. ഇസ്രായേലിന്റെ പരിശുദ്ധങ്കലേക്ക് നോക്കുകയോ യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ സഹായത്തിനായി മിസ്രയീമിൽ ചെന്ന് കുതിരകളിൽ മനസ്സൂന്നി രഥം അനവധി ഉള്ളതുകൊണ്ട് അതിലും കുതിരച്ചേവകർ മഹാബലവാന്മാരാകൊണ്ട് അവരിലും ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. കേട്ടോ, ഇവിടെ ഇനിയിപ്പോ ആര് വന്നാലും കുഴപ്പമില്ല. കാരണം ഇവർക്ക് ആരുമായിട്ട് സഖ്യതയുണ്ട്? മിസ്രയീമുമായിട്ട് സഖ്യത. കാരണം അവിടെ എഴുതിയേക്കുന്നുണ്ട്, മിസ്രയീമിൽ ചെന്ന കുതിരകളിൽ മനസ്സൂന്നി. അയ്യോ, അത് കണ്ടപ്പോൾ ആ കുതിരയും അവരുടെ ബലവും, അയ്യോ എത്ര എണ്ണം അടുക്കി നിൽക്കുന്ന കണ്ടില്ലേ, ഒരേപോലത്തെ. ഇത് എവിടുത്തെ ചാരിയറ്റ്സാ? മിസ്രയീം. ഈ ജനത്തെ ദൈവം എവിടുന്ന് കൊണ്ടുവന്നതാ? ഇപ്പൊ സഖ്യതയ്ക്ക് പോയിരിക്കുന്നത് എവിടാ? ദൈവസഭയ്ക്കും അറിയാതെ ചിലപ്പോൾ ഇത് സംഭവിക്കും. സഭകൾക്ക് ഇത് സംഭവിക്കും. എങ്ങനെയാണെന്നറിയാമോ? ലോകത്തിൽ നിന്നൊക്കെ വീണ്ടെടുത്തതാ, വിളിക്കപ്പെട്ടതാ. പക്ഷെങ്കിൽ ഇന്ന് പലപ്പോഴും സുരക്ഷിതത്വത്തിന് വേണ്ടി ലോകവുമായിട്ട് സഖ്യത ചേരാം. അന്നെങ്കിൽ നമ്മൾ സുരക്ഷിതരാകും. ഇന്നാരും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ സുരക്ഷിതരാണെന്നുള്ള ചിന്ത. ദൈവസഭയുടെ സെക്യൂരിറ്റി, ദൈവസഭയുടെ അംഗങ്ങളുടെ സുരക്ഷത ദൈവത്തിൽ മാത്രമായിരിക്കട്ടെ. ചിലയിടത്തൊക്കെ ഒരു രീതിയുണ്ട്, മാനസാന്തരപ്പെടാത്ത അച്ചായനാണെങ്കിലും സെക്രട്ടറി ആക്കിയെന്ന് പറയും. കാരണം എന്താ അറിയോ? പൈസ ഉള്ള ആളാ. പുള്ളിയെ നമുക്ക് ബോർഡിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രസ്ഥാനത്തിന് അതൊരു ഈ സഖ്യത ചേരാൻ പോകുന്നതാ. രാഷ്ട്രീയ പാർട്ടിക്കാരുമായിട്ട് സഖ്യതയുണ്ട്, ലോകവുമായിട്ടും പണമായിട്ടൊക്കെ സഖ്യം ചേർന്ന് കർത്താവിൻ്റെ സഭയെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് ചിന്തിച്ചാൽ അവിടെ പ്രവർത്തിക്കുന്ന ദൈവാത്മാവല്ല, അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം സാധ്യമല്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടിയാണ് സ്വർഗത്തിൽ നിന്ന് ആത്മ മാരി പെയ്യുന്നത്.
ഈവൻ വി ആസ് എ ചർച്ച്, നമ്മളും ദൈവസഭയായി ഇത് നമ്മുടെ ഹൃദയത്തിൽ അടിവരയിടേണ്ട കാര്യമാണ്. സഭ വളരാൻ വേണ്ടി കർത്താവിലല്ലാതെ ദൈവത്തിലല്ലാതെ മറ്റെന്തിൽ ആശ്രയിച്ചാലും അത് വേസ്റ്റാണ്. മീഡിയയുടെ കവറേജ് നല്ലതാണ്, മീഡിയ നല്ലതാ, പബ്ലിസിറ്റി നല്ലതാ, പോപ്പുലാരിറ്റി നല്ലതാ, ആൾക്കാരൊക്കെ നല്ലതാ. പക്ഷെങ്കിൽ സഭയുടെ വളർച്ചയ്ക്ക് ഇതൊന്നുമല്ല. കാരണം ദൈവത്തിലുള്ള ആശ്രയം മാത്രമാ. ഇതിപ്പോൾ സഭാ വളർച്ചയുടെ സ്ട്രാറ്റജിയും സഭാ വളർച്ചയുടെ തന്ത്രങ്ങളൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ച് ക്രിസ്തീയ സാക്ഷ്യങ്ങൾ പ്രചരിപ്പിക്കാനൊക്കെ വലിയ വലിയ പരിപാടികൾ നടത്തുക. സഭയുടെ വളർച്ചയ്ക്ക് അതൊന്നും വേണ്ട. അവിടെ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകത്തില്ല. ദൈവസഭയെ നമ്മളിത് പഠിക്കട്ടെ. നമ്മുടെ ഔട്ട് സ്റ്റേഷനുകളിൽ സഭ വളരാൻ നമുക്ക് കർത്താവിൽ ആശ്രയിച്ചാൽ മതി. അവിടുന്ന് കരുണ തോന്നി സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ മാറി ഈ പട്ടണങ്ങളിൽ അയക്കട്ടെ. തിരുവല്ലയിൽ അത് സംഭവിക്കട്ടെ. റാന്നിയുടെ പ്രവർത്തനത്തിൽ അത് സംഭവിക്കട്ടെ. പത്തനംതിട്ടയിലുള്ളവർ കേൾക്കുന്നുണ്ട്, അവിടെയും അത് സംഭവിക്കട്ടെ. ഈ സ്ഥലത്തുള്ളവർക്ക് അത് പറയാൻ പറ്റത്തില്ലയോ? ഇവിടെ എങ്ങനെയാ സഭ ആരംഭിച്ചേ? പാഴായി കിടന്ന മരുഭൂമി പോലെ കിടന്ന സ്ഥലത്ത് ഇത്രയും ജനം ഇവിടെ കടന്നു വരാനുണ്ടായ കാരണം എന്താ? ദൈവം കനിഞ്ഞ് ആത്മം മാറി പെയ്തത് കൊണ്ടല്ലേ. അത് ആ ആഗ്രഹം വിട്ടുപോകരുതേ. അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ഉള്ളിൽ സംതൃപ്തി തികഞ്ഞു എന്നുള്ളൊരു തോന്നൽ വന്നെങ്കിൽ we have reached nowhere. നമ്മൾ എങ്ങും എത്തിയിട്ടില്ല. ദൈവസഭയെപ്പറ്റി കർത്താവിന് വലിയ പദ്ധതികളുണ്ട്. The first hindrance, ഒന്നാമത്തെ തടസ്സം, no hunger, no thirst, വാഞ്ചയില്ല, ആഗ്രഹമില്ലാതെ പോയി. എന്താ നമുക്കിപ്പോൾ സംതൃപ്തി നൽകുന്നത്? ഇവിടെ സംബന്ധിച്ച് നമുക്ക് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും കർത്താവിൻ്റെ കൃപയാലുണ്ട്. So you think that's enough? We become relaxed. നമ്മൾ എല്ലാം ആയല്ലോ, എല്ലാം നല്ലതായി. യേശു പറഞ്ഞ എന്താ അറിയ? ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ നാളിൽ യേശു എന്താ പറഞ്ഞ? ദാഹിക്കുന്നവൻ, ദാഹമുള്ളവരുണ്ടോ ഈ കൂട്ടത്തിൽ? കർത്താവ്, ഞങ്ങളുടെ സഭ ഇത് പോരാ, ഇത്രത്തോളം കർത്താവ് കൊണ്ടുവന്ന അത് അവിടുത്തെ കരുണയാ. പക്ഷെ ഇത് പോരാ, ഇതിൻ്റെ അപ്പുറത്ത് കർത്താവിന് വലിയ ഈ ഗ്രാമത്തിൽ നിന്ന് ചെയ്യാനുണ്ടെന്നുള്ള ആഗ്രഹവും വാഞ്ചയും ദാഹവുമുള്ളവരുണ്ടോ? ലെറ്റ് എവ്രി മീറ്റിംഗ്, എല്ലാ യോഗങ്ങളിലും അതുണ്ടാവണം. എല്ലാ സഭായോഗമാകട്ടെ, കോട്ടേജ് മീറ്റിംഗ് ആകട്ടെ, കാത്തിരിപ്പാകട്ടെ, ആത്മപ്രവർത്തിക്ക് വേണ്ടി നമ്മുടെ ദാഹം കുറയരുത്. The first problem, ഒന്നാമത്തെ തടസ്സം, no thirst, ദാഹമില്ല. കൂട്ടായ്മയ്ക്ക് എന്തിനാ വന്നേ? ജസ്റ്റ് വന്നേ ഉള്ളൂ. ഞായറാഴ്ചയല്ലേ, വന്നേക്കാം, പോയേക്കാം, കണ്ടേക്കാം എന്നുള്ളൊരു മനോഭാവത്തോടൊക്കെ വന്നും കണ്ടുമൊക്കെ പോവുക. കൊതിയുണ്ടോ ഉള്ളിൽ? That expectancy is lost because we think we have everything. എല്ലാം ആയെന്നുള്ളൊരു ചിന്ത. That is the first thing. രണ്ടാമത്തെ പ്രശ്നം, ആ 11-ാം വാക്യം ഒന്നുകൂടെ വായിക്കാമോ? സ്വൈര്യമായിരിക്കുന്ന സ്ത്രീകളെ വിറപ്പിൻ, ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ നടുങ്ങുവിൻ. അവിടെ വന്നിരിക്കുന്ന 2 വാക്ക് ഞാൻ മുമ്പേ പറഞ്ഞത്, സ്വൈര്യമായിരിക്കുന്ന സ്ത്രീകൾ, ചിന്തയില്ലാത്ത പെണ്ണുങ്ങൾ. അത് കഴിഞ്ഞിട്ട് അടുത്ത അവിടെ ആവർത്തിക്കുന്ന വാക്ക് എന്തുവാണ്? വിറപ്പീൻ, നടുങ്ങുവീൻ. രണ്ടാമത്തെ തടസ്സം, ഫസ്റ്റ് വാസ് നോ തേഴ്സ്റ്റ്, ദാഹമില്ല. രണ്ടാമത്തത് നോ ഫിയർ ഓഫ് ഗോഡ്, ദൈവ ഭയമില്ല. അതുകൊണ്ട് ആ പ്രവാചകൻ അവിടെ നടന്നിട്ട് അവിടെയുള്ള സഹോദരിമാരെ കണ്ടിട്ട് പറയാ, നിങ്ങൾ വിറയ്ക്ക്, നിങ്ങൾ നടുങ്ങണം. അവരുടെ ഇടയിലെ ഒരു കൂട്ടത്തിന് നടുക്കമില്ല,
ദൈവഭയമില്ല. ദൈവഭയമില്ലല്ലോ എന്ത് സംഭവിക്കുന്നറിയാമോ? പാപം ചെയ്യാൻ ഒന്നും തോന്നത്തില്ല. യു ഡോണ്ട് ഫീൽ ഗിൽറ്റി. ഞാനിത് പറയുമ്പോൾ it applies directly to the church as well. We have become a generation that has lost the fear of God. ദൈവഭയം നഷ്ടപ്പെട്ടൊരു കൂട്ടമായി നമ്മൾ മാറിയോ? ഇതിനാൽ പല നിലയിൽ നമ്മൾ ചിന്തിക്കണം. It can be your attitude outside the church. Meaning, through the week, കഴിഞ്ഞ ആഴ്ചയിൽ എന്തും ചെയ്തിട്ട് ഞായറാഴ്ച വരുമ്പോൾ ഒരു പ്രിക്കിംഗ് പോലും, ഒരു ഹൃദയത്തിൽ ഒരു കുത്തൽ പോലും ഇല്ലാതെ സഭ അഭിനയിക്കാൻ ഭയം തോന്നുന്നില്ല. ആഴ്ചയുടെ ദിനങ്ങളിൽ പാപവഴികളോ തോന്നിയ വഴിക്കൊക്കെ നടന്നിട്ട് you don't feel guilty when you come to the presence of God. It's because you don't fear God. ആരുടെ അടുത്ത വന്നിരിക്കുന്നതെന്നുള്ള ബോധം നഷ്ടപ്പെട്ടു പോയി. അതങ്ങനെ മാത്രമല്ല, it also talks about your attitude in the church. സഭയിൽ ഇരിക്കുമ്പോൾ പോലും നിങ്ങൾ ആരെ ഉദ്ദേശിച്ച് പറയല്ല, ശ്രദ്ധിച്ച് ദൈവവചനം കേട്ട് കർത്താവിനെ ആരാധിക്കണമെന്ന് പോലും ചിന്തയില്ലാത്ത ആളുകൾ വർദ്ധിച്ചു വരികയാണല്ലോ. യൗവനക്കാരുടെ കൂട്ടായ്മയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോകാനും ഇവിടെയും പങ്കെടുക്കാനിടയായി. ഷെയിംഫുൾ. പേടിയില്ല, അലക്ഷ്യമായി എന്തും ചെയ്തുകൊണ്ട്. കാരണം അവരെവിടെ പഠിച്ചെന്നറിയാം. ഞങ്ങളെ സഹോദരന്മാർ തമ്മിൽ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഇത് കോവിഡിന് ശേഷം വന്നൊരു കാര്യമാണ്. കാരണം എന്താണെന്നറിയോ? കോവിഡിൻ്റെ സമയത്ത് അപ്പനും അമ്മയും സൂമിൽ സംഭവം ഓഫ് ചെയ്തിട്ട് തോന്നിയ വഴിക്ക് നടക്കുന്ന മക്കൾ കണ്ടു. പിന്നെ നമ്മൾക്ക് അഭിനയിക്കാൻ നല്ലതുകൊണ്ട് അറിയുന്നത് കൊണ്ട് കോവിഡ് പറയുമ്പോൾ നമ്മൾ വെള്ളം ഇട്ട് വന്നു, പക്ഷെ പിള്ളേർ വെള്ളയായിട്ടില്ല. ദാറ്റ് ഈസ് എ പ്രോബ്ലം. You're not afraid. നമ്മളിവിടെ അലക്ഷ്യമായിരുന്നാൽ, പിതാക്കന്മാരിരുന്ന് ഉറങ്ങിയാൽ മക്കൾ കിടന്നുറങ്ങും. We are not afraid. The fear of God is lost. അവിടെ മാത്രമല്ല, ഈവൻ ടു മിനിസ്ട്രി, ശുശ്രൂഷയുള്ള ബന്ധത്തിലും പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശുശ്രൂഷിക്കാൻ മടിയില്ലാത്തവർ. How is that possible? നമുക്ക് പിന്നെ യുവജന സംഘടനകൾ വലിയ ശക്തമായിട്ടൊന്നും ഇല്ലെങ്കിലും പലയിടത്തും എന്തുവാ, ഏറ്റവും തല്ലിപ്പൊളി അവിടുത്തെ യുവജനത്തിന്റെ സെക്രട്ടറിയാ. അവനെ കൂടെ നമുക്ക് എന്തോ ചെയ്യാം, അകത്താക്കാന്നുള്ള തന്ത്രമാ. അവന്റെ പുറകെ പോകുന്ന യുവാക്കന്മാരും പോയി, അവനും പോയി. ദൈവഭയമില്ല. കാരണം എന്താണെന്നറിയോ? You don't fear God. No, we don't fear God because we don't know the God we serve. നമ്മളെ ആരെയാ സേവിക്കുന്നത് പോലുമുള്ള ബോധമില്ലാതെ പോയി. The Lord doesn't work there. The Lord doesn't work there. പാപത്തെ താലോലിച്ച് പാപവഴിയിൽ നടന്നിട്ട് കൈയടിക്കുമ്പോൾ നാവിൽ വരുന്ന അന്യഭാഷയൊന്നും പരിശുദ്ധാത്മാവിൻ്റെ ആണെന്ന് ചിന്തിക്കരുതേ. You fear God. അവൻ്റെ സന്നിധിയോട് അടുക്കുമ്പോൾ എനിക്ക് ഭയം തോന്നണം. You have no thirst. No, we have no thirst. We have no fear of God. And the third and the most important thing, നോക്കണമേ ആ വാക്യം ഒന്നും കൂടെ വായിച്ചോട്ടെ, 9-ാം വാക്യം. സ്വൈര്യമായിരിക്കുന്ന സ്ത്രീകളെ, എഴുന്നേറ്റെൻ്റെ വാക്കു കേൾപ്പീൻ. ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ, എൻ്റെ വചനം ശ്രദ്ധിപ്പിൻ. ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ, ഒരാണ്ടും കുറെ നാളും. 9-ാം വാക്യത്തിലെ ആവർത്തിച്ച് വരുന്ന മറ്റൊരു പ്രയോഗമാണ് എൻ്റെ വാക്ക്, എൻ്റെ വചനം. Listen to me. Prophet is going through the street. I just think so. And he says, listen to me. Hear what I have got to say.
മൂന്നാമത്തെ പ്രശ്നം, ആത്മപ്രവൃത്തി യഥാർത്ഥമായ ജെന്യൂനായിട്ടുള്ള ഒത്തന്റിക് ആയിട്ടുള്ള ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിന് തടസ്സം ദൈവവചനമില്ലാത്തതാ. പീപ്പിൾ ആർ നോട്ട് ലിസണിങ് ടു ദ പ്രോഫറ്റ്. പ്രവാചകൻ പറയുന്ന വചനം കേൾക്കാൻ പലയിടത്തും ഇന്ന് അങ്ങനെ പാട്ട് പാടിയപ്പം ഭയങ്കര സാന്നിധ്യമായിരുന്നു എന്നൊക്കെ തോന്നും. പക്ഷെ പ്രസംഗം എഴുന്നേറ്റ് പറയുന്നതെല്ലാം വചനവിരുദ്ധമായ കാര്യമാണ്. ഹൗ ഈസ് ദാറ്റ് പോസിബിൾ? അതൊന്നും ആത്മാവാണെന്ന് ചിന്തിക്കരുതേ. ശരിയായി ദൈവവചനത്തോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്നത് ആത്മപ്രവർത്തിക്ക് തടസ്സമാ. ഈ ജനം എന്തോ ചെയ്തത് ഞാനൊന്ന് കാണിക്കാം. ഇവരെന്തോ ചെയ്തെന്നറിയാം. ഭയങ്കര, നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ഇവിടെ ഉണ്ട്. ഞാൻ ഇന്ന് രാവിലെ ഇത് ചിന്തിച്ചപ്പോൾ എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നൊരു ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇതിനോട് ചേർന്ന് കിടക്കുന്ന കാര്യമാണ്. ആൻഡ് ഇറ്റ് ഈസ് വെരി റെലവൻറ്റ്. നമുക്കിത് വളരെ ഈ കാലഘട്ടത്തിൽ കാണുന്ന ഒരു കാര്യം കൂടെ. നിങ്ങൾ നോക്കിയിട്ട് 30-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. 30-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളൊന്ന് വായിച്ചേ. അവർ മത്സരമുള്ളൊരു ജനവും ഭോഷ്കു പറയുന്ന മക്കളും യഹോവയുടെ ന്യായപ്രമാണം അനുസരിക്കാത്ത സന്തതിയുമല്ലോ. ന്യായപ്രമാണം അനുസരിക്കാത്ത സന്തതി. ഇത് പറഞ്ഞ ദൈവവചനത്തോട് അനുസരണമില്ല. അടുത്ത ഭാഗം, അവർ ദർശകന്മാരോട് ദർശിക്കരുത്, പ്രവാചകന്മാരോട് നേരുള്ളത് ഞങ്ങളോട് പ്രവചിക്കരുത്, മധുരവാക്ക് ഞങ്ങളോട് സംസാരിപ്പീൻ, വ്യാജങ്ങളെ പ്രവചിപ്പീൻ. എങ്ങനെയുണ്ട്? പ്രവാചകനോട് പറഞ്ഞു, ദൂത് ശരിയായുള്ളതൊക്കെ കൈവച്ചേക്ക്, നേരുള്ളതൊന്നും ഞങ്ങളോട്, ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന ദൂത് പറഞ്ഞാൽ മതി. തിമോത്തിയോസിന്റെ ലേഖനത്തിലേക്കൊക്കെ വരുമ്പോൾ ഇതേ കാര്യം തന്നെയാണ് പൗലോസ് പറയുന്നത്. ദൈവവചനമായിരുന്നു പ്രവാചകന്റെ വചനത്തെ നിശ്ചയിക്കണ്ടേ. അത് മാറി. ഇന്ന് ആൾക്കാർ നിശ്ചയിക്കും ഏത് വേണമെന്ന്. തീർന്നില്ല. അടുത്ത വാക്യം നോക്കിക്കേ, 11-ാം വാക്യം. വ്യാജങ്ങളെ പ്രവചിപ്പീൻ, വഴിവിട്ട് നടപ്പീൻ, പാത തെറ്റി നടപ്പീൻ, ഇസ്രായേലിന്റെ പരിശുദ്ധനെ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നീങ്ങുമാറാക്കുവീൻ എന്ന് പറയുന്നു. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഇസ്രായേലിന്റെ പരിശുദ്ധനെ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നീങ്ങുമാറാക്കുവിൻ. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, സ്റ്റോപ്പ് കൺഫ്രണ്ടിങ് അസ് വിത്ത് ദി ഹോളി വൺ ഓഫ് ഇസ്രായേൽ. എന്തോ മനസ്സിലായി? ദൈവഭയം എന്താ ഇല്ലാത്ത? കാരണം പ്രസംഗത്തിൽ ദൈവമില്ല. അതാ അവിടെ പറയുന്ന, അത് വേണ്ട. അയ്യോ, ദൈവത്തിന്റെ കാര്യം, ദൈവത്തോടൊന്നും ഞങ്ങളെ ഇത് ചെയ്യണ്ട, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാ. ദൈവം സഹായിച്ച് നമ്മുടെ ദൈവസഭയിലുള്ള ദൈവദാസന്മാരെ ഓർത്ത് നിങ്ങൾ സ്തുതിക്കണം. ഇതിപ്പം പഴയ നിയമം എടുത്താലും പുതിയ നിയമം എടുത്താലും it's all the same. We have really, ഞാൻ റിയലായിട്ട് പറയാം, we have no agenda in making you happy. സത്യത്തിൽ ഈ വാക്യം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇൻ ട്രൂ ബിബ്ലിക്കൽ പ്രീച്ചിങ് നമ്മൾ ജനത്തെയും ദൈവത്തെയും തമ്മിൽ കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോൾ ജനം ദൈവത്തെ ഭയന്ന് മാനസാന്തരത്തോടെ ദൈവസനത്തിലേക്ക് അടുക്കും. അല്ലാതെ ജനത്തെ സന്തോഷിപ്പിക്കുന്ന, ജനം പറയുന്നത് പോലെയുള്ള ശുശ്രൂഷകളല്ല ദൈവസഭയിൽ വേണ്ട. ഇവരതാ ചെയ്തേ. ഇവർ പ്രവാചകനോട് പറഞ്ഞു, പ്രവാചക ഇന്നത് മതി, ഇന്നത് വേണ്ട, അങ്ങനെ മതി, ഇങ്ങനെ മതി. പ്രസംഗിയുടെ പ്രസംഗത്തെ നിശ്ചയിക്കുന്ന ജനം അത് ഇന്ന് ദൈവസഭയിലുണ്ട്. നമ്മുടെ അവിടെ അല്ല, പൊതുവിൽ ദൈവസഭകളിലുണ്ട്. ഇവർക്ക് എന്തോ പറ്റിയെന്നുകൂടെ കാണിച്ചിട്ട് മുന്നോട്ട് പോകാം. വാട്ട് ഹാപ്പൻ ടു ദിസ് പീപ്പിൾ? നോക്കിക്കേ, അതിൻ്റെ 12-ാം വാക്യം. ആകയാൽ ഇസ്രായേലിന്റെ പരിശുദ്ധൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആകയാൽ എന്ന് പറയുമ്പോൾ മുമ്പിലത്തെ പറഞ്ഞ കാര്യങ്ങളോട് ബന്ധത്തിലാണ്. തുടർന്ന് വായിച്ചാട്ടാ. നിങ്ങൾ ഈ വചനത്തെ നിരസിച്ചു കളയുകയും പീഡനത്തിലും വക്രതയിലും ആശ്രയിച്ച് ചാരി നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഈ അകൃത്യം നിങ്ങൾക്ക് ഉയർന്ന ചുവരിൽ ഉന്തി നിൽക്കുന്നതും പെട്ടെന്നൊരു മാത്ര കൊണ്ട് വീഴുന്നതുമായ ഒരു പൊട്ടൽ പോലെ ആയിരിക്കും. കേട്ടോ കേട്ടോ കേട്ടോ,
നിങ്ങൾ വചനം കേട്ടില്ല, വചനത്തെ തള്ളിക്കളഞ്ഞു. എന്തോ സംഭവിക്കുന്നറിയാമോ? 13 വാക്യം ഒന്നുകൂടെ വായിക്കാമോ? ഈ അകൃത്യം നിങ്ങൾക്കുയർന്ന ചുവരിൽ ഉന്തി നിൽക്കുന്നതും പെട്ടെന്ന് ഒരു മാത്ര കൊണ്ട് വീഴുന്നതുമായ ഒരു പൊട്ടൽ പോലെ ആയിരിക്കും. ശ്രദ്ധിക്കുക, ഈ വചനത്തെ തള്ളിക്കളഞ്ഞവരൊക്കെ ചിന്തിച്ചത് സന്തോഷിപ്പിക്കുന്ന ദൂത്. ഇന്നും കണ്ടായിരുന്നു ആ ദൂത് എന്തുവായിരുന്നു. ഇങ്ങനെ അവർ സന്തോഷിച്ച് വലിയ മതില് കെട്ടി, സുരക്ഷിതത്വത്തിന് വലിയ മതിലാ. ഈ പ്രവാചകൻ പറഞ്ഞ കണ്ടായിരുന്നു, അത് കറക്റ്റായിരുന്നു, വലിയ മതിലാ. പക്ഷേ ശരിയായ പ്രവാചകൻ പറയാ അതിലൊരു പൊട്ടലുണ്ട്. അതെന്തോ സംഭവിക്കുന്നറിയോ? നിങ്ങൾ വിചാരിക്കാത്ത നിമിഷത്ത് അത് പൊട്ടി താഴെ വീഴും. ദൈവവചനം വിട്ട് വേറെ പലതിലും സന്തോഷിക്കുന്ന പലതിലേക്കും തിരിഞ്ഞ് പോയാൽ എന്തോ സംഭവിക്കുന്നത്? നമുക്ക് കുറച്ച് നാൾ തോന്നും ഐ ആം സേഫ്. പക്ഷെ ഈ മതില് പെട്ടെന്ന് തകർന്നു വീഴും. അടുത്തൊരു ഉദാഹരണം കൂടെ ഉണ്ട്, അതും ഇതിനോട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു കാര്യം. നോക്കിക്കേ, അടുപ്പിൽ നിന്ന് തീ എടുപ്പാനോ കുളത്തിൽ നിന്ന് വെള്ളം കോരുവാനോ കൊള്ളാകുന്ന ഒരു കഷ്ണം പോലും ശേഷിക്കാതെ വണ്ണം ഒരുവൻ കുശവന്റെ പൊട്ടക്കലം ഗണ്യമാക്കാതെ ഉടച്ചു കളയുന്നത് പോലെ അവൻ അതിനെ ഉടച്ചു കളയും. എന്തോ മനസ്സിലായി? അടുത്ത ഒന്ന് മതില് പൊട്ടി, അതിനകത്തിലെ പൊട്ടൽ തകർന്നു പോയി. രണ്ടാമത്തത് കുശവന്റെ കലം. ഈ കലം എന്തോ ചെയ്യുന്നറിയാമോ? പൊട്ടിച്ചു, താഴെ ഇട്ട് ഒരാൾ പൊട്ടിച്ചു. പക്ഷെ ഇതിനകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സാധാരണഗതിയിൽ കലം വീണ് പൊട്ടിയാൽ പൊട്ടിയ ചില കഷണങ്ങൾ എന്തിനുപയോഗിക്കാം? അടുപ്പിൽ നിന്ന് തീയെടുക്കാനോ കുളത്തിൽ നിന്ന് വെള്ളം കോരാനൊക്കെ ഉപയോഗിക്കാം. അത്യാവശ്യം വലിയ കഷ്ണങ്ങളൊക്കെ വരും. പക്ഷെ ഈ പൊട്ടലിൽ എന്തോ പറ്റിയെന്നറിയോ? നമ്മുടെ ഒരു ലോക്കൽ ഭാഷ ഉണ്ടല്ലോ, പൊട്ടി തരിപ്പണമായി. ഇപ്പോൾ ഈ കലം കണ്ടോ എന്നൊക്കെ തോന്നും. പക്ഷെ കലം താഴെ വീണ് പൊട്ടിപ്പോകും. വചനമില്ലാതെ പണിയുന്നതെല്ലാം. കേൾക്കുന്നുണ്ടോ? ഈ NLAG ദൈവസഭയിലെ കുടുംബങ്ങളാകുമ്പോൾ നമ്മൾ പറയും നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ വചനമുണ്ട്. ദ ക്വസ്റ്റ്യൻ ഈസ്, വചനം നോട്ടിലുണ്ടോന്നല്ല, വചനം ജീവിതത്തിൽ ദൈവവചനത്തിൻ്റെ സ്റ്റാൻഡേർഡ്, ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ചാണോ ജീവിതം പോകുന്നത്? കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞു, സഹോദര ബിസിനസ് വേറെ ആത്മീയത വേറെ. കേൾക്കുമ്പോൾ നല്ല സുഖമാണ്. പക്ഷെ സത്യത്തിൽ എന്തുവാ ചെയ്യണ്ടേ? ആത്മീയതയ്ക്ക് ചേരാത്ത ബിസിനസ് ആണെങ്കിൽ വേണ്ടെന്ന് വെക്കണം. ഈ ആത്മീയതയും ഇതൊക്കെ കേവലം ചർച്ചിനകത്തും നോട്ടിനകത്തും ഉള്ളത് മാത്രമാക്കി. when it doesn't influence your major decisions, for example കല്യാണമാകട്ടെ, കരിയർ ആകട്ടെ, ജോബ് ആകട്ടെ, നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം. എന്തുവാ എൻ്റെ പിന്നാലെ വരുന്നവൻ കുരിശെടുക്കണം. ഇതൊക്കെ തിയററ്റിക്കലി നമുക്ക് സംഭവം അറിയാം. 3 പോയിൻ്റാണ് ഫസ്റ്റ് അവിടെ ഉള്ളത്. 1 1 2 3 സംഭവം 1 2 3 ആയിട്ട് പറയും. എല്ലാം വിടണം, കുരിശെടുക്കണം, സമ്പത്ത് തെറ്റിക്കണം. എന്നായിരുന്നു. പക്ഷെ ഈ കാര്യത്തോടടുക്കുമ്പോൾ ഇതൊന്നും കാണത്തില്ല. ഇറ്റ് അപ്ലൈസ് ടു എവറി ഫീൽഡ്. അതാണ് മുമ്പേ പറഞ്ഞ ഈ പ്രവാചകൻ്റെ അടുത്ത് എന്നിട്ട് പറയുന്നത് എന്തറിയാം? നല്ല ഒരു ഓഫറാ. പ്രവാചകൻ എന്തോ പറഞ്ഞോണം, പ്രവചനം സ്വാഭാവികമായിട്ട് കർത്താവ് തുറന്നതാണെന്ന് പറഞ്ഞ ആ വഴിയെ വിട്ടോണം. അങ്ങനെ ഒരു അവസ്ഥയായി. ഇൻ ക്രൂഷ്യൽ മൊമെന്റ്സ് ഓഫ് ലൈഫ് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ വിട്ട് എത്ര ദൂരം പോയാലും, എത്ര ഉയരം പണിതാലും, എത്ര മനോഹരമായ കലങ്ങളാണെന്ന് തോന്നിയാലും പൊട്ടി തകർന്നു പോകുമെന്ന് ഇതൊരു ബുദ്ധി ഉപദേശമായിട്ട് ഏറ്റെടുക്ക്. സഭകൾ ഇത് മനസ്സിലാക്ക്, യൗവനക്കാർ ഇത് തിരിച്ചറിയട്ടെ. Soon it will collapse. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ബിയോണ്ട് റിപ്പയർ, ബിയോണ്ട് യൂസേജ്. എത്ര ഭയങ്കര! തിരിച്ച് ശരിയാക്കാൻ പോലും പറ്റാത്തതുപോലെ തകർന്നു പോയാൽ ഹൗ പെയിൻഫുൾ ഇറ്റ് ഈസ്.
വാട്ട് മസ്റ്റ് ബി ഡൺ? ആ വാക്യങ്ങൾ ഒന്നുകൂടെ വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് ചിന്തിക്കാം. ഞാനൊരു 10-15 മിനിറ്റിൽ അവസാനിപ്പിക്കാം. നോക്കണമേ, ആ വാക്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് വായിക്കണമേ. അതിൻ്റെ 32:10-11. ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ, ഒരാണ്ടും കുറെ നാളും കഴിയുമ്പോൾ നിങ്ങൾ നടുങ്ങിപ്പോകും. മുന്തിരിക്കൊയ്ത്ത് നഷ്ടമാകും, ഫലശേഖരം ഉണ്ടാകുകയുമില്ല. സ്വൈരമായിരിക്കുന്ന സ്ത്രീകളെ വിറപ്പിൻ, ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ നടുങ്ങുവിൻ. വസ്ത്രം മുരിഞ്ഞ് മതി. ആ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞ് മുന്നോട്ട് പോകാം. അവിടെ പ്രവാചകൻ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് കുലുക്കമൊന്നും തോന്നുന്നില്ലല്ലോ. യു തിങ്ക് ഇറ്റ്സ് ഓൾ ഓക്കെ. എന്തുവാ ഇന്നിപ്പോൾ ടോംസിന് എന്തോ പറ്റി, എന്തെങ്കിലും കാണുമെന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. ഇതിനെന്തോ പ്രശ്നം ഒന്നുമില്ല. പ്രവാചകൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ തോന്നി. പക്ഷേ പ്രവാചകൻ പറഞ്ഞെന്തറിയോ? ഇപ്പം നിങ്ങൾ സുരക്ഷിതമായിട്ട് തോന്നുക, ഇപ്പം നിങ്ങൾക്ക് ദൈവഭയം ഇല്ല. ഇവിടെ എഴുതിയിരിക്കുന്നത് ദ ലോർഡ് വിൽ ട്രംബിൾ യു. നിങ്ങളെ ആര് വിറപ്പിക്കും? ലെറ്റ് ദാറ്റ് നോട്ട് ഹാപ്പൻ ടു us. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സഭയിൽ ലജ്ജാകരമായത് സംഭവിക്കുന്നത് വരെ എന്തിനാ കാത്തിരിക്കുന്നേ? Why wait when we can return and be corrected? ഇത് നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ. വാട്ട് ക്യാൻ ബി ഡൺ? 2 കാര്യങ്ങളുടെ കാണിച്ച് ഇതിൻ്റെ അവസാനത്തെ വാക്യം വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. എന്തോ അതിൻ്റെ പരിഹാരമാണ് ഇപ്പോൾ വായിച്ച 11-ന്റെ അടുത്ത ഭാഗം. വസ്ത്രമുരിഞ്ഞ് നഗ്നരാകുവീൻ, അരയിൽ രട്ടുകെട്ടുവീൻ. മനോഹരമായ വയലുകളെയും ഫലപുഷ്ടിയുള്ള മുന്തിരി വള്ളിയെയും ഓർത്ത് അവർ മാറത്തടിക്കും. 31-ന്റെ 6-ാം വാക്യം കൂടെ ഇതിനോട് ചേർത്ത് വായിക്കണേ. ഇസ്രായേൽ മക്കളെ, നിങ്ങൾ ഇത്ര കഠിനമായി മത്സരിച്ച് ത്യജിച്ചു കളഞ്ഞവന്റെ അടുക്കിലേക്ക് തിരിവീൻ. മത്സരിച്ച ദൈവത്തിന്റെ അടുക്കിലേക്ക് തിരിക. റിപ്പന്റ് ആൻഡ് റിട്ടേൺ ടു ഗോഡ്. 11-12 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, വസ്ത്രമുരിഞ്ഞ് നഗ്നരാകുവീൻ, അരയിൽ രട്ടുകെട്ടുവീൻ, മാറത്തടിക്കുവീൻ. ഇവിടെ പറയുന്നത് എന്തോ അറിയോ? വലിയ അനർത്ഥം വരുന്നതിന് മുന്നേ കരയാൻ തയ്യാറാകുക, ദൈവത്തിങ്കിലേക്ക് തിരിയാൻ തയ്യാറാകുക. ഈ രട്ടിടുവീൻ, നഗ്നരാകുവീൻ എന്നൊക്കെ പറയുമ്പോൾ ഇതിന് മുന്നേ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഇത് ചേർത്ത് വെക്കണം. കുറേ പേര് ആഡംബരം കാണിക്കാൻ, പ്രൗഢി കാണിക്കാൻ, വില കൂടിയത് ആഡംബരമായതൊക്കെ ധരിച്ച് നടന്നു. പ്രവാചകൻ പറയാം, അതൊക്കെ അങ്ങ് മാറ്റിവെക്ക്. ദൈവസഭയോട് ഇവിടുന്ന് പറയാനുള്ളത് എന്തോ അറിയാമോ? നമ്മളും നമ്മുടെ ബോസ്റ്റിങ്ങുകളൊക്കെ അങ്ങ് മാറ്റിവെക്ക്. എല്ലാം ആയെന്നുള്ള, എന്തൊക്കെയോ അറിയാമെന്നുള്ള, മറ്റു പലരെക്കാളും ശ്രേഷ്ഠമാണെന്നുള്ള ചിന്ത, കീപ് ഇറ്റ് ഓൾ അവേ. മറ്റുള്ള പെന്തക്കോസ്റ്റൽ ചർച്ചുകൾ പോലെ അല്ല, നമ്മളെന്തോ കൂടിയവരാണെന്നുള്ള ചിന്തയൊക്കെ മാറ്റിവെക്ക്. എന്നിട്ട് ദൈവസന്നിധിയിൽ താഴാൻ നമ്മൾ തയ്യാറാകട്ടെ, നിലവിളിക്കാൻ നമ്മൾ തയ്യാറാകട്ടെ. Else we will lose. Lord, be merciful. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവേ, ഞങ്ങളോട് മനസ്സലിഞ്ഞ് സ്വർഗത്തിൽ നിന്ന് അവിടുത്തെ ആത്മാവിൻ്റെ മാരി പകരണമേ. എന്തുകൊണ്ടാ വൈ ഷുഡ് യു ക്രൈ? അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. 15-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ഉയരത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഈ പകരപ്പെടുന്ന ആത്മാവിൻ്റെ ഉറവിടം സ്വർഗമാ, സ്വർഗത്തിലെ ദൈവമാ. ദൈവത്തിൻ്റെ മുൻപിൽ കപടമായ അഭിനയങ്ങൾ നിൽക്കത്തില്ല. only when I become true, ഞാൻ എന്താ പറയുക, സിൻസിയറായിട്ട് താഴ്ന്നെങ്കിൽ മാത്രമേ, ഞാൻ സിൻസിയറായി എൻ്റെ മാസ്കുകളൊക്കെ മാറ്റിവെച്ച്, ആത്മീയതയുടെ അഭിനയങ്ങളൊക്കെ മാറ്റിവെച്ച്, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് കരയാൻ നമ്മൾ തയ്യാറായാൽ, കരുണയുള്ള ദൈവം സ്വർഗത്തിൽ നിന്ന് മനസ്സലിഞ്ഞ് നമ്മളുടെ മധ്യത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ആത്മമാരി അവൻ പെയ്യിക്കും. ഇത് ഒരാളെ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നോ ഹ്യൂമൻ ക്യാൻ ഡു ദിസ്. വേണമെങ്കിൽ കുറച്ചു നേരം പാട്ട് പാടിപ്പിക്കുകയും കൈയടിപ്പിക്കുകയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഒത്തൻറ്റിക്കായിട്ട്, ജെന്യുവിനായി ദൈവം പ്രവർത്തിക്കണമെങ്കിൽ ദൈവസഭ താഴ്ന്നേ പറ്റത്തുള്ളൂ. നമ്മൾ താഴ്മയുള്ളവരായി ദൈവസന്നിധിയിൽ നിലവിളിച്ചെങ്കിലേ സാധ്യമാകത്തുള്ളൂ. വാട്ട് വിൽ ഹാപ്പൻ? ഞാൻ
അവസാനത്തെ 2-3 വാക്യം കൂടെ വായിച്ച് എൻ്റെ സന്ദേശം അവസാനിപ്പിക്കുകയാണ്. 15-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. 16 മുതൽ ഇങ്ങനെ ഒരു ആത്മാ പകർച്ച ഉയരത്തിൽ നിന്നുണ്ടായാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 16 മുതലുള്ള വാക്യം ഒന്ന് വായിക്കണം. 16. അന്ന് മരുഭൂമിയിൽ ന്യായം വസിക്കും, ഉദ്യാനത്തിൽ നീതി പാർക്കും. 15 കൂടെ ചേർത്ത് വായിക്കാമോ? ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. ഒരു നിമിഷം അവിടെ ശ്രദ്ധിക്കണമേ. മരുഭൂമി എന്തോ ആകും? ഉദ്യാനമാകും. ഉദ്യാനം വനമായും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക? അവിടെ നമ്മൾ ഇത്ര നേരം ചിന്തിച്ചതിനോടുള്ള ബന്ധത്തിൽ നമ്മളോട് കർത്താവിന് ആ ഭാഗത്തു നിന്ന് പറയാനുള്ളത്, when the spirit will move, when the spirit is poured down, മരുഭൂമി വനമാകുമെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യ. ദി ഹോപ്പ്ലെസ് വൺസ്. നമ്മൾ ചിലരെ പറ്റി പറഞ്ഞല്ലോ, അവൻ ഇനി രക്ഷപ്പെടത്തില്ല, അവൾ ഇനി രക്ഷപ്പെടത്തില്ല. മരുഭൂമിയാത്. പക്ഷെങ്കിൽ ആത്മാവിൻ്റെ പ്രവൃത്തി ഉണ്ടായാൽ സാധ്യതയില്ലെന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ മേൽ ഉയരത്തിലെ മഴ പെയ്യുമ്പോൾ അത് വനമാകത്തക്കവണ്ണം ദൈവ പ്രവൃത്തികൾ ചെയ്യാൻ കർത്താവിന് കഴിയും. Hopeless ones will be fruitful. Habits we battle with. വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് ജയിക്കാൻ പറ്റാത്ത സ്ട്രഗിൾ ആയിരിക്കാം, പാപത്തോടുള്ള പോരാട്ടമായിരിക്കാം. പക്ഷേ ആത്മാവിൻ്റെ പകർച്ചയിൽ ജയകരമായ ജീവിതം സാധ്യമാണ്. തുടർന്ന് വായിച്ചാട്ടെ. ഇങ്ങനെ ആത്മാവിൻ്റെ പകർച്ചയിൽ വനമായി ഉദ്യാനമായി തീരുമ്പോൾ അവിടെ പുറപ്പെടുന്ന ചില ഫലങ്ങളുടെ പേരുകൾ അവിടെ എഴുതിയിട്ടുണ്ട്. അതൊന്ന് കാണിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഒന്നുകൂടെ വായിക്കാമോ? അടുത്ത വാക്യം. അന്ന് മരുഭൂമിയിൽ ന്യായം വസിക്കും, ന്യായം വസിക്കും, ഉദ്യാനത്തിൽ നീതി പാർക്കും. ന്യായം, മറ്റേതെന്തുവാ? നീതി. 18-ാം വാക്യം. എന്റെ ജനം സമാധാന നിവാസത്തിലും. സമാധാനം, നീതി, ന്യായം, സമാധാനം. ആത്മപ്രവൃത്തിയുള്ള കൂട്ടത്തിൽ വെളിപ്പെടേണ്ട കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ നീതി, ന്യായം എന്നൊക്കെ ഉള്ളത് നമ്മൾ ഇതേ കാര്യം ആമോസിന്റെ പ്രവചന പുസ്തകത്തിൽ കാണുന്നുണ്ട്. നീതി വറ്റാത്ത നീരുറവ് പോലെ ഒഴുകണമെന്ന് ന്യായത്തെപ്പറ്റിയൊക്കെ ഇതേ കാര്യം കാണുന്നുണ്ട്. എനിക്കിത് ഇന്ന് അപ്ലൈ ചെയ്യാനുള്ളത് അബൌട്ട് ദ കമ്മ്യൂണിറ്റി ലൈഫ്. നമ്മുടെ ദൈവസഭയിൽ അന്യോന്യമുള്ള ബന്ധങ്ങളിലേക്ക് ഇത് അപ്ലൈ ചെയ്യണം. ആത്മപ്രവൃത്തി ഉണ്ടായാൽ പാർഷ്യാലിറ്റി പിന്നെ ഉണ്ടാകത്തില്ല. ഡിസ്പാരിറ്റി, ഫേവറിറ്റിസം, ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകത്തില്ല. ചിലരോടൊരു അടുപ്പം കൂടുതൽ ഉണ്ടാകത്തില്ല. ചിലരെ കാണുമ്പോൾ കൂടുതൽ ബഹുമാനം തോന്നത്തില്ല. എല്ലാവരെയും തുല്യമായി സ്നേഹിക്കാൻ, ഐക്യതയുടെ ചങ്ങലയിൽ ബന്ധിക്കാൻ, ആത്മാവിൻ്റെ പരിവർത്തനം കവിഞ്ഞൊരുകുന്ന മഴ നമുക്ക് ആവശ്യമാണ്. ഞാനിത് ചിന്തിച്ചപ്പോൾ when the Holy Spirit will rain down, എൻ്റെ അസൂയ, എൻ്റെ അഹങ്കാരം, എൻ്റെ സ്വാർത്ഥത ഇല്ലാതാവും. When the Spirit doesn't work, there is a problem in the church. ഞാനൊരു ഉദാഹരണം പറയാം മനസ്സിലാക്കാൻ വേണ്ടി. ശക്തമായ മഴ പെയ്തു, വെള്ളം പൊങ്ങി. വെള്ളം ശരിക്ക് പൊങ്ങിക്കഴിയുമ്പം വീടുകളും മരങ്ങളെല്ലാം മുങ്ങത്തക്കവണ്ണം പൊങ്ങി. ഈ മഴയ്ക്ക് മുമ്പേ പല മരങ്ങൾ തമ്മിൽ സംസാരമുണ്ടായിരുന്നു. നിന്നെക്കാളും വലുത്. പല വീടുകൾ തമ്മിൽ മത്സരം ഉണ്ടായിരുന്നു. എന്തുവാ? ഒറ്റ നിലയുള്ളല്ലേ, മേളിലൊരു നിലയുടെ വെക്ക്, അതിൻ്റെ താഴെ ഒരു നിലയുടെ വെക്കുന്നൊക്കെ ഇങ്ങനെ നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം അവരുമായിട്ട് മത്സരമായിരുന്നു. ഈ വെള്ളം പൊങ്ങിക്കഴിഞ്ഞപ്പോൾ എന്തുവായി? മലകൾ തമ്മിൽ മത്സരം. മുങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാം. ഞാൻ പറഞ്ഞു വരുന്നതായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അത് മാത്രമല്ല, ഞാൻ മറ്റൊരു സൈഡും ചിന്തിച്ചു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. വലിയൊരു കുഴി വെള്ളം പൊങ്ങിയപ്പോൾ നിറഞ്ഞു വന്നു.
What I meant to say is when there is Holy Spirit working, നമ്മുടെ ഇടയിലുള്ള ബെടാ ചോട്ട, വലുത് ചെറുത്, കൂടിയത് കുറഞ്ഞത്, അതെല്ലാം മാറും. ഈ ആത്മപ്രവൃത്തി ഇല്ലാതിരിക്കുമ്പോഴാണ് when I need to show my skills, എൻ്റെ കഴിവ് തെളിയിക്കാൻ എന്തോ വേണം? ഇന്നത്തെ പ്രസംഗം, I have a battle with whom? ആ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച പ്രസംഗിയുണ്ട്, അതിനേക്കാളും വലിയ പ്രസംഗം ഇന്ന് പ്രസംഗിക്കണം. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആരോട് മത്സരിക്കുക? Because the spirit is not working. ഇന്ന് സഹോദരിമാരാണ് പാട്ട് ലീഡ് ചെയ്തത്. അടുത്ത ആഴ്ച വരുമ്പോ സഹോദരന്മാരുടെ മേൽ സമ്മർദ്ദം. എന്തുവാ? ഉയ്യോ, കഴിഞ്ഞ ആഴ്ചത്തെ കണ്ടായിരുന്നോ? അത് ഓർത്ത് വേണം കേറാൻ. All this will go. ഇത് സത്യത്തിൽ പിശാചിന്റെ തന്ത്രമാണെന്ന് തിരിച്ചറിയണം. ഒരു വ്യക്തിക്ക് അമിതമായി പ്രാധാന്യം നൽകുമ്പോൾ അത് ഡിവിഷൻ ഉണ്ടാക്കുക. അതിനെ ഇടകൊടുക്കരുത്. ശത്രുവിന്റെ തന്ത്രം തിരിച്ചറിഞ്ഞ് ആത്മാവിൽ ഒറ്റക്കെട്ടാകാൻ ദൈവസഭ തയ്യാറാകട്ടെ. യൗവനക്കാരിലും ഐക്യതയുണ്ടാകട്ടെ, പാട്ടുകാരിലും പ്രസംഗികളിലും ഉണ്ടാകണം, ദൈവജനത്തിലും അതുണ്ടാകണം. ദൈവസഭയ്ക്ക് ദൗത്യമുണ്ട്. അതിൽ നിന്ന് ഭിന്നിപ്പിച്ച് കളയുന്ന എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞിരിക്കാൻ നമ്മൾ പഠിക്കട്ടെ. Today's song is not about the singer, it's about the God. Today's preaching is not about the preacher, it's about the Holy One of Israel. ദൈവമാണ് വലുത്. ആത്മപകർച്ചയിൽ മഹത്വം മുഴുവനും കർത്താവിന് മാത്രമായിരിക്കട്ടെ. Let us not touch the glory that is due unto the Lord. കർത്താവിന് പോകണ്ട മഹത്വത്തെ തൊടാൻ നമ്മൾ ആരും ശ്രമിക്കരുതേ. അതിൻ്റെ അവസാനത്തെ വാക്യം കൂടെ വായിച്ച് ഞാൻ എൻ്റെ സന്ദേശത്തെ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു. നോക്കിക്കേ, ലാസ്റ്റ് വേഴ്സ്, 20-ാം വാക്യം. വെള്ളത്തിനരികത്തെല്ലാം വിതയ്ക്കുകയും കാളയെയും കഴുതയെയും അഴിച്ചുവിടുകയും ചെയ്യുന്നവരെ നിങ്ങൾക്ക് ഭാഗ്യം. വെള്ളത്തിനരികത്തെല്ലാം വിതയ്ക്കുകയും കാളയും കഴുതകളെയും അഴിച്ചു വിടുകയും ചെയ്യുന്നവരെ നിങ്ങൾക്ക് ഭാഗ്യം. ഇതുവരെ ഈ മഴയില്ലാതിരുന്നപ്പോൾ, മരുഭൂമി ആയിരുന്നപ്പോൾ ഇവർ വിതച്ചാൽ ഫലമുണ്ടാകത്തില്ലായിരുന്നു. ഇവരുടെ മൃഗങ്ങൾക്ക് കുടിപ്പാൻ ആവശ്യത്തിന് വെള്ളമില്ലായിരുന്നു. പക്ഷേ ഇവിടെ പ്രവാഹം പോലെ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഫ്രൂട്ട്ഫുൾനെസ്, പ്ലെൻറ്റി ആയിട്ട് ഫലമുണ്ടാകാനിടയായി. ഞാൻ അവിടെ നിന്ന് ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. വാട്ട് വി മസ്റ്റ് ലേൺ, ഇന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യം ഈ വാക്യത്തിൽ നിന്ന്, ട്രസ്റ്റ് ദിസ് വേർഡ്, ഈ ദൈവവചനത്തിൽ നമ്മൾ ആശ്രയിക്കുക. അവർ ഇഫക്റ്റീവ്നെസ് വിൽ ഇൻക്രീസ്. മീനിങ്, നമ്മൾ ഒരാളോട് പലയാവർത്തി അവനെ സഭയെ വിളിച്ചിട്ട് അവൻ എന്തോ ചെയ്തില്ല, യു ജസ്റ്റ് ഗെറ്റ് drenched in the Spirit of God. ആത്മാവിൽ നമ്മൾ അങ്ങ് മുങ്ങിക്കഴിഞ്ഞാൽ, ആത്മനിറവ് നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ, your slightest interaction will bring people. വർഷങ്ങൾ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് ആത്മസാന്നിധ്യത്തിൽ ഞാൻ ചെയ്യുന്ന ആ നിമിഷം കർത്താവിന് ചെയ്യാൻ പറ്റും. God will visit us again with showers of His blessing. ആ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മളെ പലയാവർത്തി ഇവിടെ കർത്താവിദാസൻ സംസാരിച്ച ആ വേദഭാഗത്തിൽ ഒരു വാക്യം കൂടെ വായിക്കുന്നു. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം
നഗരത്തിൽ പാർപ്പീൻ എന്നും അവരോട് പറഞ്ഞു. പ്രിയമുള്ളവരെ, വാട്ട് വി ഹാവ് ലോസ്റ്റ് ഈസ് ദ തേഴ്സ്റ്റ്. നഷ്ടപ്പെട്ടു പോയോ ദാഹം? നഷ്ടപ്പെട്ടു പോയോ ദൈവഭയം? ദൈവവചനത്തെ നമ്മൾ പുറംകാല് കൊണ്ട് തള്ളിക്കളഞ്ഞോ? എല്ലാം ആയെന്നുള്ള നിഗള മനോഭാവം നമ്മുടെ ഉള്ളിൽ കടന്നു വന്നോ? നമുക്ക് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ ഒരു നിമിഷം അടയ്ക്കാം. ദൈവസഭയായി, വ്യക്തിപരമായി, കുടുംബങ്ങളായി നമുക്ക് തന്നെ ദൈവസന്നിധിയിൽ താഴാം. കർത്താവേ, പലപ്പോഴും എൻ്റെ കയ്യിൽ കരുത്തുണ്ട്, എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നൊക്കെയുള്ള ബോധ്യത്തിൽ ദൈവപ്രവൃത്തിയൊക്കെ അവഗണിച്ച് ദൈവാശ്രയം വിട്ട് പലതിനോട് സഖ്യം ചേർന്നിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ദൈവസന്നിധിയിൽ വിട്ടുകളയാം. ലോർഡ്, യു ആർ അവർ ട്രസ്റ്റ്. എൻ്റെ ആശ്രയം അങ്ങ് മാത്രമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവരുണ്ടോ? എല്ലാ കണ്ണുകളും അടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാമോ? ലോർഡ്, കർത്താവെ, അവിടുത്തെ ആത്മാവിനാൽ, അവിടുത്തെ ആത്മാവിൻ്റെ മാരി സ്വർഗം കീറി പെയ്തിറങ്ങുന്ന ഒരു മഴ പോലെ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഫലം കാണത്തക്കവണ്ണം അങ്ങയുടെ പ്രവൃത്തി അയക്കണമേ. ഞങ്ങളുടെ സുവിശേഷീകരണത്തിൽ, വ്യക്തിപരമായ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തികൾ സംഭവിക്കാൻ കർത്താവ് ഞങ്ങളുടെ മനസ്സിലിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.